ഭാരത സംസ്കാരം ഉയർന്നു വന്നതും വളർന്നു വന്നതും സത്സംഗങ്ങളിലൂടെയാണ്. നമ്മുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായവുമായി ഉരച്ചു കത്തിച്ചിട്ട് ആ വെളിച്ചത്തിന് പുതിയൊരു പ്രകർഷേനയുള്ള ജ്ഞാനത്തിന് 3 തട്ടുണ്ട്: വിജ്ഞാനം, ജ്ഞാനം, പ്രജ്ഞാനം. പ്രജ്ഞാനം ബ്രഹ്മ എന്ന്. വിജ്ഞാനം എന്ന് പറഞ്ഞ് കണ്ടറിയുന്നതാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ഉൾക്കണ്ണാൽ അറിയുന്നതാണ്. പ്രജ്ഞാനം എന്ന് പറയുന്നത് എൻ്റെ ജ്ഞാനം ഈ പ്രകൃതിയിലും ഈ സമൂഹത്തിലും ശരിയെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ചർച്ച ചെയ്തിട്ടുണ്ടാക്കുന്ന യുക്തിപൂർവമുള്ള ജ്ഞാനത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുക. നമുക്ക് വിജ്ഞാനം, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിജ്ഞാനമുണ്ട്. നമ്മളെക്കാൾ 10 ഇരട്ടി ബുദ്ധി അവർക്കുണ്ട്. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് കിട്ടിയതിനേക്കാൾ എത്രയോ വലിയ മാർക്കാണ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ 10 കുട്ടി ചേർന്നെങ്കിൽ 10-ലെത്തുമ്പോഴേക്ക് 5 എണ്ണം തോറ്റിട്ട് നിർത്തിയിട്ടുണ്ടാവും പഠനം. ആ 5 എണ്ണം 10-ൽ എഴുതിയ 2 എണ്ണേ ജയിക്കൂ. ആ ജയിക്കുന്നതാണെങ്കിൽ 600-ൽ 360 മാർക്ക്, അതായത് 60% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയും അല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ 1-ാം ക്ലാസ് 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ട് 10-ഉം 10-ലെത്തും ഇല്ലേ? പരീക്ഷ ഹാള് കയറിയിട്ടുണ്ട് 10-ഉം ജയിക്കുകയും ചെയ്യും. ജയിച്ചാലുള്ള മാർക്കോ 60%. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും, എന്ത് 60%? A+ 90 A 80, B+ 70. 60% എന്ന് പറഞ്ഞാൽ വെറും B മാത്രമാണ്. ആർക്ക് വേണത്? നമ്മുടെ കുട്ടികൾക്ക് വിജ്ഞാനം വളരെ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആ വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുന്നതിൽ നമ്മൾ പണ്ടത്തതിനേക്കാൾ പരാജയപ്പെടുന്നു. പണ്ട് അത്രയേ പഠിപ്പുള്ളൂ ആളുകൾക്ക്. 5-ാം ക്ലാസ്സും ഗുസ്തിയായിരുന്നു പണ്ട്. പക്ഷേ അനുഭവങ്ങളിലൂടെ, ചിന്തകളിലൂടെ ഉണ്ടാക്കുന്ന സ്വന്തമായ അനുഭവ അറിവുണ്ട്. ഈ അറിവ് ആണ് കുട്ടികൾക്ക് ഉപകാരപ്പെടുക. പക്ഷെ ആ അറിവിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. ഞാൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറയണം. കുട്ടികൾ മാത്രമല്ല, വലിയ ആളും എല്ലാം പറയണം കേട്ടോ. ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് പറയണം. തേൻ ഉണ്ടാക്കുന്നത് ആരാണ്? തേൻ ഉണ്ടാക്കുന്ന ആരാ? തേനീച്ച. എല്ലാവരും ഉത്തരം പറഞ്ഞില്ലേ? തെറ്റിപ്പോയില്ലേ? രണ്ടാമത് ചിന്തിച്ചപ്പോ കണ്ടോ ചിന്തയുടെ ഗുണം കണ്ടോ? വിജ്ഞാനം ജ്ഞാനമായി മാറുന്നു കണ്ടോ? ആദ്യം പറഞ്ഞു തേനീച്ചയാണെന്ന്, പിന്നെയാ മനസ്സിലായത് തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേൻ ഉണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. ഒരു കുട്ടിയാ പറഞ്ഞ ആദ്യം പൂവാൻ. ആരാ പറഞ്ഞത്? ആരാ പൂവാന്ന് ആദ്യം പറഞ്ഞത്? എന്താ മോളെ പേര്? കൃഷ്ണേന്ദുവിന് ഒരു കയ്യടി കൊടുത്താൽ. ഈ പൂക്കളിലെല്ലാം തേനീച്ചകൾ ഉണ്ടാകുന്നതിന് 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ കണക്ക് ഇപ്പൊ കൃത്യമായിട്ട് എത്ര കാലം മുമ്പ് ഏതൊക്കെ ജീവജാലങ്ങൾ, ഏതൊക്കെ സസ്യജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യം കണക്ക് കിട്ടുന്ന ഒരു ശാസ്ത്രശാഖ വികസിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അറിയാവോ? കാർബൺ ടെസ്റ്റ് എന്ന് അതിന് പറയാം. ഏതോ പുരാതന കാലത്തുള്ള ഏതെങ്കിലും ഒരു വസ്തു കിട്ടിയാൽ ആ വസ്തു എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്ന്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ മരം എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസ്ഥികൂടം കിട്ടിയാൽ മതി, എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്ന് കൃത്യം കണ്ടെത്തും. അതിന്റെ പേരാണ് കാർബൺ ടെസ്റ്റ്. അപ്പൊ പൂക്കള് ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്തു, പക്ഷി, മൃഗാദികൾ, ഈച്ച, പാറ്റ എന്നിവ ഉണ്ടാകുന്നതിന് 3 ലക്ഷം വർഷം മുമ്പ് സസ്യലതാദികളും പൂക്കളും ഉണ്ടായിരുന്നു. 3 കോടി വർഷം മുമ്പ്. അന്ന് പൂക്കളിലെ തേൻ ആരും കുടിച്ചിരുന്നില്ല. അത് മുഴുവൻ മണ്ണിൽ വീടുപോയി. ഇപ്പോഴും പൂവിലെല്ലാം തേനുണ്ട്. ആ തേനെല്ലാം തന്നെ ഉറുമ്പും ഈച്ചയും കുടിക്കുന്നില്ല. അതെല്ലാം മണ്ണിൽ തൂവിപ്പോകും. എന്നിട്ട് എന്തേ മണ്ണിന് മധുരമില്ലാത്ത? എത്ര കോടി ലിറ്റർ തേനാണ് മണ്ണിൽ ഇങ്ങനെ തൂവിപ്പോകുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് മണ്ണിന് മധുരമില്ല? സിമ്പിളാണ് ഉത്തരം. ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ നെറ്റി ചുളിഞ്ഞില്ലേ? തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും എന്ന് പറഞ്ഞപ്പോ ചില ആളുടെ നെറ്റിയിൽ വൈഫൈ കണക്ഷന്റെ ചിഹ്നം പോലൊരു ചുളിവ് കണ്ടു അല്ലേ? തേന് ഒരുപാട് കാലം നിൽക്കുന്നുണ്ടല്ലോ, ഔഷധ ഗുണമുള്ളതാണല്ലോ, കെട്ടുപോകുന്നില്ലല്ലോ.
കെട്ടുപോകാത്തത് എന്താണ്? പൂവിൽ നിന്ന് തേനീച്ച തേന് ശേഖരിച്ചത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് കെട്ടുപോയിരുന്നു. തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അവിടെയാണ് പ്രക്രിയ. എന്താ തേനെന്ന് പറഞ്ഞ് മനസ്സിലായോ? അറിവാണ്. തേനീച്ച ആരാന്നറിയോ? നമ്മളാണ്. എന്താ പൂക്കളെന്നറിയാവോ? പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വിജ്ഞാനം സമാഹരിച്ചു കഴിഞ്ഞാൽ അത് അപ്പടി കൊണ്ടുപോയിട്ട് ഈ തലച്ചോറിനകത്ത് കൊണ്ടുപോയി വെച്ചാൽ ആ വിജ്ഞാനം നിൽക്കില്ല. അത് നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം യുക്തിയും ബുദ്ധിയും ചാലിച്ചു ചേർത്തിട്ട്, സ്വന്തം ചിന്തകളും വികാരങ്ങളും ചാലിച്ചു ചേർത്തിട്ട് അത് സ്വന്തം തിരിച്ചറിവാക്കി മാറ്റുമ്പോഴാണ് അത് ജ്ഞാനമായി മാറുന്നത്. മനസ്സിലായോ? അത് ജ്ഞാനമായി മാറുന്നത്. നിങ്ങൾ ഇവിടുന്ന് മധുര എക്സ്പ്രസിന് കയറിയിട്ട്, ആലുവന്ന് കയറിയിട്ട് നേരെ കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് പിന്നെ ചെങ്കോട്ട പാത ഇടത്തോട്ട് തെറ്റിയിട്ട് കൊട്ടാരക്കര വഴി മധുരക്ക് പോയി. മധുരക്ക് നിന്ന് നിങ്ങൾ നേരെ തെങ്കാശി വന്നു. തെങ്കാശിക്ക് നിന്ന് നേരെ നിങ്ങൾ കോയമ്പത്തൂർ വന്നു. ഇത്രയും നിങ്ങൾ പോയിട്ട് കണ്ടതാണ്. കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചാലുവ വരാൻ വേണ്ടിയിട്ട് വീണ്ടും തെങ്കാശി വന്ന് മധുര വന്ന് ചെങ്കോട്ട, കൊട്ടാരക്കര, കൊല്ലം വന്നിട്ട് ആലുവ വരുവോ? ഇല്ല. നിങ്ങൾ തീരുമാനിക്കും, ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എവിടാ? കോയമ്പത്തൂരിൽ നമുക്ക് പാലരുവി എക്സ്പ്രസ് കയറിയാൽ നേരിട്ട് ആലുവയിൽ എത്താലോ. ഞാൻ ആ ട്രെയിനിൽ ഇപ്പൊ വന്നത്. ആ ഒരു തോന്നലുണ്ടാവില്ലേ? നിങ്ങൾ കൊല്ലത്ത് പോയതും മധുര പോയതും തെങ്കാശി പോയതും കോയമ്പത്തൂർ പോയതും വിജ്ഞാനമാണ്. എന്നാൽ കോയമ്പത്തൂരിൽ നിന്ന് ഇനി അതിലെ പോകണ്ട, ഇതിലെ പോയാൽ എത്തുമെന്നൊരു തോന്നലുണ്ടാകുന്നത് അത് നിങ്ങളുടെ സ്വന്തം തിരിച്ചറിവാണ്, ജ്ഞാനമാണ്. മനസ്സിലായോ? വിജ്ഞാനം എന്ന് പറയുന്നത് കണ്ടറിയുന്നത്, തൊട്ടറിയുന്നത്, കേട്ടറിയുന്നത്, അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം. എന്നാൽ ജ്ഞാനമോ? ജ്ഞാനം മനനം ചെയ്തിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന മഹാപ്രാണമാണ് ജ്ഞാനം. മഹാപ്രാണം. ആ മഹാപ്രാണം ഉയർന്നു വരുമ്പോ നമ്മുടെ നാവിൻ തുമ്പത്തുള്ള അന്ധകാരം തെറിച്ചു പോകും. മഹാപ്രാണം വരുമ്പോൾ നാവിൻ തുമ്പത്തുള്ള അന്ധകാരം തെറിച്ചു പോകും. അന്ധകാരത്തിന് എന്താ പറയാ? സംസ്കൃതത്തിൽ എന്നറിയാമോ? രാന്ന പറയാ. രാവ്, രാത്രി എന്നൊക്കെ പറയുന്നത് അന്ധകാരം ഉള്ളത് കൊണ്ടാണ്. രാ ഉള്ളതാണ് രാവ്. ഇരുട്ടിന് രാ എന്ന് പറയും. നമ്മുടെ നാവിൻ തുമ്പത്ത് ഇരുട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇരുട്ടുണ്ടാവുന്നത്? നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മൊബൈൽ ഫോണും കൊണ്ട് മതിലിലും കണ്ട കടകളിലും ഒക്കെ എവിടെയെങ്കിലും ഇരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അവരാരും ഒറ്റക്കൊരാൾ എഴുന്നേറ്റ് പോവില്ല. പിരിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പിരിയും. എന്തുകൊണ്ടാ പറയും? ഒരുത്തം പോയാൽ ബാക്കിയെല്ലാവരും കൂടി ഓനെ കുറ്റം പറയുന്നു. ഇവൻ അറിയാം. കുറ്റം പറയുക, അസൂയ, ദോഷൈക ദൃക്കുകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. നമ്മൾ വീട്ടുകാരെല്ലാവരും ഒത്തിരിക്കാറുണ്ട്. ഒത്തിരിക്കുമ്പോൾ റോഡിലൂടെ ആരാ പോകുന്നത്? അത് ബഷീറാ, മഹാവൃത്തികെട്ടവനാ. പിന്നെയോ ഗോപാലൻ കുട്ടിയോ? ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധം. പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നിനും പറ്റാത്തതാണ്. MLA പോക്കാണ്, മന്ത്രിമാരെല്ലാം പോക്കാണ്, മുഖ്യമന്ത്രി ഭീകരനാണ്, പ്രധാനമന്ത്രി അതിലും ഭീകരമാണ്. ലോകത്തെല്ലാവരും മോശമാണ്, ഒരാളെ ലോകത്ത് നല്ലതുള്ളൂ, അത് ഞാൻ മാത്രാ. ഈ ചർച്ച കേട്ട് 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 നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അടിസ്ഥാന മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന്. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇതിന്റെ ദുരന്തം നിങ്ങൾ അറിയണം. ഈ മനോഭാവത്തിന്റെ ദുരന്തം, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സകലമാന ദുരന്തവും പ്രജ്ഞാപരാധമാണ്. അറിയണം. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത് മനുഷ്യന്റെ പ്രജ്ഞാപരാധം കൊണ്ടാണ്. ആഗോള താപനത്തിന്റെ ഭാഗമായി മഴ ശക്തിയിൽ പണ്ടൊക്കെ മഴ പെയ്യുന്നത് പാല് ചുരത്തുന്നത് പോലെയായിരുന്നു. മെല്ലെ മെല്ലെയായിരുന്നു മഴ പെയ്യുന്നത്. കാരണം അതിന് തണുപ്പിച്ച് പെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ തണുപ്പിച്ചിട്ട് അല്പാൽപമായി പെയ്യുന്നില്ല. വെള്ളം കൂടുമ്പോൾ മരങ്ങൾ താഴുന്നു, ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു നവാമ്പുവാൽ ഖനം. ഖനം എന്ന് പറഞ്ഞ മേഘം. മേഘം ഭീം എന്ന് പറഞ്ഞ് താഴോട്ട് വരിക. നിങ്ങൾ തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സലീം കുമാറും ദിലീപും കൂടിയിട്ട് തന്റെ കാമുകിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിന്റെ ഉടല് തലക്കൂ മേലെ വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത്
അവസാനം ഇത് പശുവിന് അടികൊള്ളുന്നു വന്നപ്പോൾ ഇവര് നേരെ ആലേ പോയി നിന്നു. പശുവാണെന്നുള്ള ധാരണയിൽ മച്ചാൻ വർഗീസ് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് അകിട് നോക്കുമ്പോൾ അകിടില്ല. ഇത് പശു അല്ലല്ലോ, ആളല്ലേ. അപ്പൊ അകിട് കിട്ടാതിരിക്കുമ്പോൾ തിരിച്ചറിയൊന്ന് ഭയന്നിട്ട് ഗ്ലൗസ് ഉണ്ടല്ലോ, കൈക്കിടുന്ന ഗ്ലൗസ്, അത് ഊതി വീർപ്പിച്ച് കെട്ടിയിട്ട് താത്തു കൊണ്ടു ഭാര്യ സലീം കുമാർ. അപ്പൊ അകിട് കിട്ടിയല്ലോ. അകിട് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആര്? അടിക്ക് മച്ചാൻ വർഗീസ് പിടിച്ചു വലിച്ചിട്ടും അകിട് കിട്ടാതപ്പോ ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോ ഇയാളെ കയ്യിൽ നിന്ന് അതൊന്ന് വിട്ടുപോയി. അപ്പൊ ഈ അകിട് ഒന്ന് ചടർന്ന് താഴോട്ട് വീണ കണ്ടിട്ട് മച്ചാൻ വർഗീസ് ബോധം കെട്ട് വീഴുന്ന രംഗമുണ്ട്. ഈ അകിട് ഒരുമിച്ച് താഴോട്ട് വീണാലുള്ള അവസ്ഥയില്ലേ, അതേപോലെയാണ് ഇപ്പൊ മേഘസ്ഫോടന മഴ. അറിയോ, ആകാശത്തെ മേഘങ്ങൾ അല്പാൽപമായി ചുരത്തുന്നതിന് പകരം ഒന്നിച്ച് താഴോട്ട് വരുമ്പോൾ അത് ഒന്നിച്ച് പെട്ടെന്ന് താങ്ങാൻ കരുത്തില്ലാതെയാണ് കുന്നുകൾ നിരങ്ങി താഴോട്ട് വന്നത്. അത് മനുഷ്യന്റെ പ്രജ്ഞാപരാധമാണ്. നമ്മുടെ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് പ്രകൃതിയുടെ വികൃതിയല്ല. എൻ്റെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം പന്നികൾ വർദ്ധിച്ചതാണ്. ഒരു കൃഷിയും നടക്കുന്നില്ല. കാട്ടുപന്നികൾ വർദ്ധിച്ചു. നാട്ടിലാണിപ്പോൾ കാട്ടുപന്നി, ഇപ്പം നാട്ടിലാണ്. ഈ കാട്ടുപന്നികൾ വർദ്ധിച്ചതിന്റെ കാരണം മനുഷ്യനാണ്. അങ്ങനെ പന്നി പെറ്റിട്ടാതല്ല കുറുക്കന്മാർ തിന്നുകളിയായിരുന്നു. കുറുക്കന്മാർ തിന്നുകളി. പന്നി പെറ്റിട്ട് പോയ കുറുക്കന്മാർ കാത്തു നിൽക്കും. പന്നിയുടെ വംശവർദ്ധനവ് തടയുന്ന കുറുക്കന്മാരാണ്. ഇപ്പൊ കുറുക്കന്മാര് കാട്ടിലിരിക്കുന്നില്ല. അവർക്ക് പന്നിക്കുട്ടികളെ വേണ്ട. കാരണം ഇഷ്ടംപോലെ ഇറച്ചീൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുറുക്കന്മാരെല്ലാം ടൗണിലും നാട്ടിലുമാണ്. അതുകൊണ്ട് കാട്ടിലെ പന്നി പ്രസവിക്കുന്നോ നോക്കി കുറുക്കന്മാര് നോക്കുന്നില്ല. അതുകൊണ്ട് പന്നികളുടെ എണ്ണം വർദ്ധിച്ചു. നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് തള്ളുന്നത് കൊണ്ട് നമ്മുടെ മാംസോപയോഗം വർദ്ധിച്ചതിന്റെ ഭാഗമായി ഇഷ്ടംപോലെ വേസ്റ്റ് തിന്നാൻ കിട്ടിയപ്പോ കുറുക്കന്മാര് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ പന്നി വർദ്ധിച്ചു. മനസ്സിലായോ? അതും നമ്മുടെ പ്രജ്ഞാപരാധമാണ്. അപ്പൊ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവത്തിലൂടെ മുണ്ടക്കയിലും ചൂരൽമലയിലുള്ള ദുരന്തമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനേക്കാൾ വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായി. ഏതാ ദുരന്തം? അവിടെ മരിച്ചത് 440 പേര് മാത്രമാണ്. എന്നാൽ 4217 ആള് മരിച്ചൊരു ദുരന്തം കേരളത്തിലുണ്ടായി. അറിയുമോ? 2024 4217 ആള് മരിച്ചത് റോഡപകടങ്ങളിലാണ്. ആ റോഡപകടങ്ങൾ ഉണ്ടാവാൻ കാരണം റോഡിന്റെ കുഴപ്പം കൊണ്ടല്ല, ആക്സിൽ മുറിഞ്ഞിട്ടല്ല, ബ്രേക്ക് ഫെയിലായിട്ടല്ല, ടയർ പൊട്ടിത്തെറിച്ചിട്ടല്ല, സ്റ്റിയറിംഗ് ബ്ലോക്കായിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല. ഇത് ഓടിക്കുന്നവന്റെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ്. ഈ അഹന്ത ഇവിടുന്ന് കിട്ടിയ ദോഷൈക ദൃക്കുകളായിട്ട് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന സംസ്കാരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ കുറ്റം പറയലാണ് നമ്മുടെ പ്രധാന ജോലി. മനസ്സിലായോ? എന്തിന്റെയും തകരാറ് പറയുക, ദോഷങ്ങൾ മാത്രം പറഞ്ഞ് ശീലമാണ് നമ്മുടെ ഉള്ളിൽ. ഈ ശീലമാണ് നമ്മുടെ നാവിൻ തുമ്പത്തെ ഇരുട്ട്. ദോഷൈക ദൃക്കുകളാണ്. ഈ 4217 മരിച്ചതിൽ 287 ആള് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാതെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് തന്റെ കണ്ണിൽ വെളിച്ചം അടിച്ചിട്ട് മുന്നിലത്തെ മതിൽ കാണാഞ്ഞിട്ട്, മുമ്പിലത്തെ കുഴി കാണാഞ്ഞിട്ട്, മുമ്പിൽ മുറിച്ച് നടക്കുന്ന ആളെ കാണാഞ്ഞിട്ട് അവരെ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് 287 ആള് മരിച്ചത്. ഈ ഡിമ്മ് കൊടുക്കേണ്ട ആരാ? എതിരെ വരുന്ന വണ്ടി. ഡിമ്മ് കൊടുക്കാൻ എവിടുന്ന? എറണാകുളം ടൗണിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട കൊടുക്കേണ്ടതാണോ ഡിമ്മ്? അല്ല. ഓടിക്കുന്ന ഡ്രൈവറുടെ കൈ ഒന്ന് ഇങ്ങനെയാക്കിയാൽ മതി. 90% ഡ്രൈവർമാരും കേരളത്തിൽ ഡിമ്മ് കൊടുക്കുന്നവരല്ല. എന്റെ കാറിന്റെ അതിഭീകരമായ ലൈറ്റ് കൊണ്ട് നിന്റെ കണ്ണടഞ്ഞിട്ട് നീ പോയി മരിച്ചാലും ഞാൻ കൊടുക്കൂലടാ ഡിമ്മ് എന്ന് പറഞ്ഞിട്ട് അഹന്തയുമായി പോകുന്ന ഈ 90% വണ്ടിയുടെ മുന്നിലും ദൈവമേ കാത്തുകൊള്ളണേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം ഭക്തന്മാരാ. എന്ത് ഭക്തിയാണിത്? എന്ത് ഭക്തിയാണ്? തന്റെ അഹന്തയുടെ മുന്നിൽ മറ്റ് 287 ആളെ കൊന്നില്ലടോ. കൊന്നില്ലേ മഹാഭാവികളെ? ഡിമ്മ് കൊടുക്കാൻ ഒന്നും വേണ്ടല്ലോ. ഡിമ്മ് കൊടുക്കാൻ പഠിച്ചിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മുടെ മനസ്സിന് നാവിൻ തുമ്പത്ത് വികൃതിയും തോന്നിയാസവും അസൂയയും രാഗദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ രായെ, അതിനെ രാ എന്നാ പറയാ. ഈ രായെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ഒരു മഹാപ്രാണമുണ്ട്. നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്നൊരു മഹാപ്രാണം പുറപ്പെടണം. മഹാപ്രാണം എന്താണെന്ന് അറിയാമോ? അക്ഷരത്തിന്റെ പേരാണ് മഹാപ്രാണം. മഹാപ്രാണം അക്ഷരത്തിന്റെ ആ അക്ഷരം ഏതാണെന്ന് അറിയുന്ന ആരും കൊണ്ടുവിടെ? മലയാളികൾ ആരും കൊണ്ടുവിടെ?
ഇതെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇരുത്തിയതാണോ? മലയാളികൾ ഉണ്ടെങ്കിൽ മലയാളത്തിലെ ഒരു അക്ഷരത്തിന്റെ പേര് മഹാപ്രാണം എന്നാണ്. ആ അക്ഷരം അറിയാവോ? സ്വരാക്ഷരം അറിയില്ലേ? ആ ഈ 15 സ്വരം. സ്വരം എന്ന് പറഞ്ഞാൽ തടയാതെ വായ കൂട്ടിയിട്ട് പുറത്തേക്ക് വിടുന്ന അക്ഷരങ്ങളാണ് സ്വരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ഠം മുതൽ ചുണ്ട് വരെ വ്യഞ്ജിപ്പിക്കുന്ന അക്ഷരം. കണ്ഠത്തിൽ കാക്കാ കാക്കാങ്ങ വ്യഞ്ജിപ്പിക്കുന്നത് കണ്ഠ്യം. അണ്ണാക്കിൽ നാവ് പറ്റിച്ചിട്ട് വ്യഞ്ജിപ്പിക്കുന്ന ചാച്ചാ ചാച്ചാഞ്ഞ താലം എന്നാണ് അണ്ണാക്കിന് പറയാ, താലവ്യം. നാവിന്റെ മൂർധാവ് അണ്ണാക്ക് കുത്തി പറയുന്ന അക്ഷരങ്ങൾ മൂർധന്യം ടാഠാ ഡാഠാണ്ണ. നാവിന്റെ അറ്റം പല്ലുമത്തൊട്ട് പറയുന്ന 5 അക്ഷരങ്ങൾ താത്താ താത്താണ്ണ, ദന്ത്യം, ദന്തം, പല്ല്. പിന്നെ ചുണ്ടുകൊണ്ട് വ്യഞ്ജിപ്പിക്കുന്ന അക്ഷരങ്ങൾ പാപ്പാ ബാപ്പാമ്മ, ഓഷ്ടം എന്നാണ് സംസ്കൃതത്തിൽ ചുണ്ടിന് പറയാ, അതാണ് ഓഠ്യം. അങ്ങനെ 25, 15, 40 ഇനി അമ്മമാരുടെ 4 അക്ഷരമുണ്ട് കേട്ടോ. യാരാലാവ. അതെങ്ങനെ അമ്മമാരുടെ അക്ഷരമായത്? അമ്മമാര് ഈ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഭാഷ പഠിച്ചവർക്കറിയാം. MA മലയാളോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഭാഷ MA എടുത്തവർക്ക് ഒരു പേപ്പറാണ് ഫോണറ്റിക്സ്, സ്വനശാസ്ത്രം. വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആക്സന്റ് എന്നിവയെ പറ്റി പഠിക്കുന്നതാണ് സ്വനശാസ്ത്രം. ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും. ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും. ഇപ്പൊ പോയാല് വന്ദേ ഭാരത് കിട്ടുമോ? ഒരാൾ ചോദിച്ചപ്പോ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു കിട്ടും. 2 ആള് കിട്ടുന്ന പറഞ്ഞു. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ കിട്ടൂല എന്നല്ലേ ഉദ്ദേശിച്ചത്. പക്ഷെ അയാൾ പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്നല്ലേ. ശബ്ദം മാറി, വാക്ക് മാറിയില്ലേ? ശബ്ദം മാറുമ്പോ അർത്ഥം മാറിയില്ലേ? ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. സംഗീതത്തിന്റെ മഹത്വം അതാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ 10 മണി വരെ രാവിലെയാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് രാവിലെയാണ്. അർത്ഥം മാറി. 6 മണിക്ക് മുമ്പ് ആണ് രാവിലെ. ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചു, രാവിലെ എന്ന് എഴുതാൻ പറ്റുമോ? പറയാനല്ലേ പറ്റൂ. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് നോട്ട് ബുക്ക് കൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, രാവിലെ എന്ന് എഴുതുമ്പോൾ കടലാസ് കയറിപ്പോയി, അമർത്തി എഴുതിയ. ശബ്ദത്തിന് അർത്ഥമുണ്ട്. ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും. അതാണ് സ്വനശാസ്ത്രം. താരാട്ടുപാടുന്ന അമ്മമാര് സ്വരാക്ഷരം പോരല്ലോ മക്കൾക്ക്, വ്യഞ്ജനവും വേണ്ടേ? പക്ഷെ കാക്കാ കാക്കാന്ന് താരാട്ടുപാട്ട് പാടിയാൽ ഈ ശബ്ദത്തിന്റെ കഠോരത കൊണ്ട് കുട്ടി ഉറങ്ങിയില്ലല്ലോ എന്ന് ഭയന്നിട്ട് അമ്മമാര് സ്വരവുമല്ല വ്യഞ്ജനമല്ല മധ്യമാക്ഷരങ്ങൾ 4 തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് യാ. നമ്മളോ രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ വാ. മനസ്സിലായി? അമ്മമാർ ഇതുവരെ അതിന്റെ ടെക്നിക്ക് മനസ്സിലാക്കിയല്ലേ? യാരാലാവ മധ്യമാക്ഷരം. അപ്പൊ 44. പിന്നെ സംസ്കൃതത്തിൽ വന്ന 3 അക്ഷരങ്ങളുണ്ട്. ഊഷ്മാക്കൾ എന്ന അതിന് പേര്. വിസിലിംഗ് സൗണ്ട് റേഡിയോ കേൾക്കുന്ന ആരെങ്കിലുണ്ടോ? അതിൽ ഷാ എന്നുള്ള അക്ഷരം കേൾക്കുമ്പോൾ ഒരു മൂർഖം ചീറ്റും പോലെ ഒരു ഒച്ച കേൾക്കില്ല. അതാണ് ഷാ. അപ്പൊ 44, 3, 47. അത് കഴിഞ്ഞിട്ടാണ് മഹാപ്രാണം. മനസ്സിലായോ? മഹാപ്രാണം ഹ എന്ന അക്ഷരത്തിന്റെ പേര് മഹാപ്രാണം എന്നാണ്. ഈ മഹാപ്രാണം ശ്വാസകോശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മേലോട്ട് വരുന്ന വിശുദ്ധ വായുവാണ്, നമ്മുടെ പ്രാണനാണ്. അത് വന്നിട്ട് നാവിൻ തുമ്പത്തുള്ള ര എന്ന ഇരുട്ടിനെ പുറത്തേക്ക് കളയണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തിനാ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഹ വന്നിട്ട് രായെ തള്ളി നീക്കണം. അതാ ഹരേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരേ എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ തുമ്പത്തുള്ള എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളെയും പുറത്തേക്ക് തള്ളണം. എന്നിട്ട് രാമ ഹരേ രാമ ഹരേ രാമ ജപിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല. അപ്പൊ മനസ്സിലായിട്ട് ബാക്കി അറിയണം. അടുത്ത രാമ എന്താ? രാമ എന്ന് വിളിക്കുന്നത് ദശരഥപുത്രനായ കൗസല്യാപുത്രനായ ത്രേതായുഗത്തിലെ അവതാരമായിരിക്കുന്ന മനുവംശതിലകമായിരിക്കുന്ന രാമ എന്നാണോ? മനുവംശത്തിനെ പറ്റി, രഘുവംശത്തെ പറ്റി, കൗസല്യയെ പറ്റി, ദശരഥനെ പറ്റിയിട്ടുള്ള കാവ്യം രചിക്കുന്നത് ആരാണ്? വാൽമീകിയാണ്. വാൽമീകിക്ക് രാമന്റെ കഥ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നാരദനാണ്.
നാരദൻ പറയുന്നതിന് മുമ്പ് ഈ രാമനെ വാൽമീകിക്ക് അറിയാവോ? ഇല്ല. പക്ഷെ വാൽമീകി കാട്ടാളനായ രത്നാകരനായിരുന്നല്ലോ. അതെ. ആ രത്നാകരൻ എപ്പോഴാ സന്യാസിയായത്? രാമരാമൻ ജപിച്ചു. അതിനുശേഷമല്ലേ ഇയാള് രാമായണ കഥ കേൾക്കുന്നത്? അതെ. അതിനുശേഷമല്ലേ രാമന്റെ കഥ എഴുതുന്നത്? അതെ. പിന്നെ ഏത് രാമനെ അയാൾ ജപിച്ചത്? ഇയാൾ അറിയില്ലല്ലോ. ഏതാണ് രാമൻ? രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്ത് പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായപൂട്ടണം. രാമ രാമ. മനസ്സിലായോ? ഇതാണ് ഹരേ രാമ എന്ന് ചൊല്ലുന്നതിന്റെ അർത്ഥം. ഇതെല്ലാരും ചൊല്ലാറുണ്ടായിരുന്നില്ലേ? ആ വിജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ജ്ഞാനം ഉണ്ടായോ? നമ്മൾ പുസ്തകങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. ഇങ്ങനെയാ പുസ്തകം വായിക്കുന്നത് അല്ലേ? ഇങ്ങനെയല്ലേ വായിക്കുക? ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ വായിക്കില്ലല്ലോ. ഇങ്ങനെ വായിക്കുവോ? ഇങ്ങനെയല്ലേ വായിക്കുക? ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ വരച്ചാൽ എന്താ അർത്ഥം? ഇങ്ങനെയുള്ള വരക്കെന്താ അർത്ഥം? കണക്കിലൊരു അർത്ഥം ഉണ്ടല്ലോ. ഇങ്ങനെ വരക്കും. കിഴിക്കണം. -4. അത് പ്ലസ് ആവണമെങ്കിൽ ഇങ്ങനെയും കൂടി വരക്കണ്ടേ? ഇങ്ങനെ വരക്കുന്നത് ഇങ്ങനെ എന്താ? ചിന്തയാണ്. ഇങ്ങനെയാണ് ചിന്ത. ഇങ്ങനെയുള്ള വരയോട് ഇങ്ങനെയും ചേർക്കുമ്പോൾ വായനയും ചിന്തയും ചേരുമ്പോഴാണ് പ്ലസ് ആവുക. അവിടെ കിട്ടിയ കുട്ടികൾ മനസ്സിലാക്കണം. A+ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആവണമെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയും ചേർക്കണം. അല്ലാതെ ഈ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയാലൊന്നും പ്ലസ് ആവില്ല. പരീക്ഷ എന്ന് പറയുന്ന ഒരു വിഡിത്തം അറിയോ നിങ്ങൾ? ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കുക. ഉള്ളവര് ഇല്ലാത്തവരോടോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കേണ്ടത്? ഉള്ളവര് ഇല്ലാത്തവരോട് ചോദിക്കണമോ? ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കണമോ? പറയൂ. എൻ്റെ അടുത്ത് ഫോണുണ്ട്, നിങ്ങളുടെ അടുത്ത് ഫോണില്ല. നിങ്ങൾക്ക് ഫോണ് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങളോട്. സിമ്പിൾ ചോദ്യം. ഒരു കുടുക്കില്ലാത്ത ചോദ്യം ഇത്. ഉള്ളവരില്ലാത്തവരോട് ചോദിക്കണമോ? ഇല്ലാത്തവരുള്ളവരോട് ചോദിക്കണോ? ഇല്ലാത്തവര് ഉള്ളവരോട് ചോദിക്കണോ? സിമ്പിൾ അല്ലേ? അതെ. നമ്മുടെ വിദ്യാലയങ്ങളിൽ അറിവുള്ളത് മാഷക്കാണോ കുട്ടികൾക്കാണോ? ആർക്കാ? മാഷക്കല്ലേ. ഇല്ലാത്തത് കുട്ടികൾ. അപ്പൊ നിങ്ങളാ പറഞ്ഞത് ഇല്ലാത്തവരുള്ളവരവിടെ ചോദിക്കേണ്ടത്. അപ്പൊ ആരാ ചോദ്യം ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം പറയേണ്ട ആരാ? മാഷ്. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയേണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയൊക്കെ പിന്നെ കുട്ടി സ്കൂളിൽ പോവോ? ഉത്തരം അറിയാത്തതുകൊണ്ടല്ലേ അവിടെ പോകുന്നത്. പിന്നെ ഏത് ഉത്തരാ ചോദിക്കുന്നത്? മോർണിംഗ് വാ, ശൈലിക്ക് വാ. മോന്റെ പേരെന്താ? അദ്വൈത്. നല്ല പേരാണ്. 2 ഇല്ല, 1 ഉള്ളൂ എന്നാണ് അദ്വൈത് എന്ന് പറഞ്ഞത് കേട്ടോ. എന്റെ അച്ഛനെത്ര മക്കളുണ്ട്? 1 ഉള്ളൂ. അപ്പൊ അദ്വൈത്. മനസ്സിലായോ? അതാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കറക്റ്റായില്ലേ? ഓൻ വന്ന വകയിൽ എന്റെ ഫോൺ ഞാൻ അദ്വൈതിന് കൊടുത്തു. എന്റെ ഫോൺ അദ്വൈതിന് കൊടുത്തു. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. അദ്വൈതിന് ഞാൻ ഫോണ് കൊടുത്തിട്ട് അദ്വൈത് എന്നെ നോക്കുക എന്നല്ലാതെ ആ ഫോണൊന്നും നോക്കുന്നില്ലല്ലോ. ആ ഫോൺ ഏത് കമ്പനിയാ? നോക്കിയ ഞാൻ കൊടുത്തോണ്ടോ വാങ്ങി. ഇപ്പൊ എന്തിനാ അവൻ കൈമ പിടിക്കുന്നേ? ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരാനല്ലേ? എന്നാ തന്നു. ഇപ്പൊ അദ്വൈതിന്റെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നില്ല ഈ കണ്ണൂരിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഈടുന്ന എന്തിനാ ഈ പൊട്ടത്തര കളിക്കുന്നു? ഈ പൊട്ടത്തരമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അറിയണം. അധ്യാപകർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾ അത് വാങ്ങുമ്പോ വാങ്ങണ്ടേ? എന്തിനാവോ ഏതിനാവോ അറിയില്ല. എന്തിനാ വാങ്ങുന്നത്? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ അല്ലേ? എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ അദ്വൈത് ഫോൺ എനിക്ക് തിരിച്ചു തന്നു. ഇപ്പൊ അദ്വൈതിന്റെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഉത്തരവുണ്ടോ?
ഇല്ല. 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോൾ 8-ല് പോയി, 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോൾ 9-ല് പോയി. ഈ വിഡ്ഢിത്തം തിരുത്താൻ കഴിയണം നമുക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്ഷേത്രമുറ്റത്തിരുന്ന് ഇരിക്കുമ്പോൾ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ ജ്ഞാനമാണ്. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ഉപരിപ്ലവമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതലാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അല്ല, ചിന്തകൾ ചേർത്ത് വെക്കണം. ചോദ്യങ്ങൾ ഉണ്ടാവണം. പോലെ ചോദ്യങ്ങൾ ഉണ്ടാവണം. ചോദ്യമാണ് പ്രധാനം. ചോദ്യമാണ്, ഉത്തരമല്ല പ്രധാനം. ഈ ചോദ്യമാണ് ഭാരതത്തിന്റെ ദർശനമായി മാറിയത്. അറിയുമോ നിങ്ങൾ? എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, വീണ്ടും കയറണ്ട. ഈ ചോദ്യത്തിൽ നിന്ന് ഭാരതത്തിന്റെ ദർശനമുണ്ടായി. എന്താ ദർശനം? ശബരിമലയ്ക്ക് പോകുമ്പോൾ ദർശനം വേണ്ടേ? ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു, സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശനമാണ്? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ ആ തിരുവിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ? പോയാൽ എല്ലാരും കാണും. പിന്നെ എന്തിനാ ഇത്? അത് കാണാൻ അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല. അവിടെ എത്തും ഒരു ദർശനമുണ്ട്. അതുക്കും മേലെ ഒരു ദർശനം. ആ ദർശനമാണ് അറിയേണ്ടത്. ആ ദർശനം എന്താ? കഴിഞ്ഞ മാസം അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയേന്ദ്രനാണ് ശബരിമലയിലെ ഏറ്റവും മനോഹരമായ ഒരു തീർത്ഥാടനം പൂർത്തീകരിക്കുന്നത് പോലുള്ള ഒരു പാട്ട് പാടിയത്. അല്ലേ? ആ പാട്ട് പാടി കഴിയുമ്പോൾ ഒരു ശബരിമലയിൽ പോയി ഭഗവാനെ തൊഴുന്ന പ്രതീതി ഉണ്ടാക്കും എല്ലാവർക്കും. അതുകൊണ്ട് ആ പാട്ട് അന്ന് ഏറ്റവും പ്രശസ്തമായിരുന്നു. എത്ര ചരണങ്ങളുള്ള പാട്ടാണെന്നറിയോ അത്? സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. അതിന്റെ അനുപല്ലവി എന്താ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിലും ഇരുമുടി കെട്ടുകേളും താങ്ങി 18-ാം പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ആ ദർശനം കാണും. ആ ദർശനം ചോദ്യത്തിൽ നിന്ന് നേർന്ന ദർശനമാണ് തത്വമസി. ശബരിമലയുടെ മേലെ എഴുതി വെച്ചിട്ടില്ലേ? എന്താണിത്? ഛാന്ദാഗ്യോപനിഷത്തിൽ ഉദ്ദാലകാരുണി ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഉപനിഷത്ത് എന്താ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്യലാണ് ഉപനിഷത്ത്. ഈ ലോകം വളർന്നത് മനുഷ്യർ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ്. സത്യം, ഞാൻ കണ്ട സത്യവും നീ കണ്ട സത്യവും ഓരോ ആളെ സത്യം ഞാൻ ശരിയെന്ന് വിശ്വസിച്ച് നടക്കരുത്. എന്റെ സത്യം സത്യമാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഞാൻ 4 ആളോട് പറഞ്ഞിട്ട് അത് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടി നിസ്സത്ത് അന്വേഷിക്കാൻ വേണ്ടി ഉപവിഷ്ടരാവണം. ഇതൊരു ഉപനിഷത്താണ്. അടുത്തിരിക്കുന്നു, നമ്മൾ അടുത്തിരിക്കുന്നു. ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. എന്നിട്ട് നിശേഷ സത്യം, സത്യം പലതുണ്ട്. സത്യം പലതുണ്ട്. ആത്യന്തിക സത്യമുണ്ട്, അർദ്ധസത്യമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമല്ലേ? സത്യമല്ല എന്ന് പിന്നെ മനസ്സിലായില്ലേ? അത് ആപേക്ഷിക സത്യമാണ്. നമ്മൾ കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. സൂര്യൻ നിന്നടക്കാൻ അനങ്ങുന്നില്ല. അതാണ് സത്യം. പക്ഷെ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് തോന്നുന്നത് സത്യമായിരുന്നില്ലെന്ന് പിന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഞാനിപ്പോ നേരിട്ട് ഇങ്ങോട്ടേക്ക് ട്രെയിന് പാലരുവി എക്സ്പ്രസ് ഷൊർണൂർ വരില്ല. ഞാൻ ഒറ്റപ്പാലത്ത് പോയി ഇറങ്ങിയിട്ട് ഒറ്റപ്പാലത്ത് നിന്നാണ് ട്രെയിനിലേക്ക് കയറി. ഞാൻ ഷൊർണൂർ പോയി ഇറങ്ങി. ഷൊർണൂർ ഇറങ്ങിയില്ല, ഷൊർണൂർ നിന്നപ്പോ നല്ല വെയില്. നല്ല വെയിലത്ത് വണ്ടി കുറേ നേരം അവിടെ നിർത്തി. ഷൊർണൂർ കുറേ നേരം നിർത്തും. ജംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമല്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഡ്ഡലിയും വടയും കച്ചവടം നടക്കുന്നത്. ഈ വട തീരാന്ന വരെ അവിടെ നിർത്തും വണ്ടി. അപ്പൊ വണ്ടി പുറപ്പെടാഞ്ഞിട്ട് ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാതെ എങ്ങനെയോ ഒന്ന് വണ്ടി വിട്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ വീശി കളിക്കുക. വണ്ടി വിടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ വണ്ടി വിട്ടു. ഓ, സമാധാനായി. വണ്ടി വിട്ടല്ലോ. സ്പീഡായി വരുന്നു. പക്ഷെ കാറ്റ് വരുന്നില്ല. കാറ്റൊന്നും വരുന്നില്ല. വണ്ടി വിട്ടല്ലോ, എന്തായാലും വരുമായിരിക്കും കാറ്റ്, അല്ലേ?
അങ്ങനെ ആശ്വസിച്ച് ഇങ്ങനെ നിന്ന് വണ്ടി സ്പീഡായി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൊട്ടപ്പുറത്തെ വണ്ടി അങ്ങോട്ട് പോയതാ. നമ്മളെ വണ്ടി നിന്നെടുത്ത് നിൽക്കുക. നമുക്ക് തോന്നിയതാ ഇതുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും തോന്നുന്നതാ. സത്യമല്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒന്നും സത്യമാണെന്ന് ഉറപ്പിക്കണ്ട, അത് ഉറപ്പിക്കണം. ആ ഉറപ്പിക്കാൻ വേണ്ടി ഉപവിഷ്ടരായി നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അതിലൊരു മഹാപണ്ഡിതനായിരിക്കുന്ന ഉദ്ദാലകാരുണി തന്റെ പുത്രനോട് പറഞ്ഞു, എനിക്കറിയുന്നതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു, പക്ഷെ നീ ഇതുകൊണ്ട് നിർത്തരുത്. അധ്യാപകനാണ് ആര്? ഉദ്ദാലകാരുണി. നമ്മുടെ കുട്ടികൾ അധ്യയനം നടത്തുന്നില്ല. എന്താണ് അധ്യയനം? അധ്യയന വർഷം കേട്ടിട്ടില്ലേ? ജൂണിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന അധ്യയന വർഷം. വാട്ട് ഈസ് അധ്യയനം? രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് അധ്യയനം ഉണ്ടായത്. അധി എന്ന് പറഞ്ഞാൽ പ്ലസ്. 2024 അറിയപ്പെട്ടത് അധിവർഷമാണ്. എന്തുകൊണ്ട് അധിവർഷം? 2024 365 366 ദിവസം ഉണ്ടായിരുന്നു. കാരണം ഫെബ്രുവരി 29 ഉണ്ട്. കാരണം 365 കാലില്ലേ, 4 കാല് കൂടുമ്പോൾ ഒന്നാവുമല്ലോ. ആ 1 4 കൊല്ലം കൂടുമ്പോ കഴിഞ്ഞ കൊല്ലായിരുന്നു ആ 1. അതുകൊണ്ട് അധിവർഷമായിരുന്നു 2020. അധി എന്ന് പറഞ്ഞാൽ പ്ലസ്, അധികമാണ്. യാപകൻ യാനം നടത്തുക, അയനം നടത്തുക. അയനം, അയനം എന്ന് പറഞ്ഞാൽ യാത്ര. രാമന്റെ അയനമാണല്ലോ രാമായണം. അയനം എന്ന് പറഞ്ഞാൽ കൂടുതൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ പാഠപുസ്തകം മാത്രം പഠിക്കുന്നവൻ 0 ആണ്. പാഠപുസ്തകത്തിന് പ്ലസ് ആയിട്ട് കൂടുതൽ എന്ത് സ്വന്തമായി പഠിക്കുന്നുണ്ട്, ആ പഠനമാണ് അയനം. പിടികിട്ടിയോ? അയനം അതാണ്. പാഠപുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് പോകണം. ആ അയനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നവനെയാണ് അധ്യാപകൻ എന്ന് പറയുക. പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ. ഉദ്ദാലകാരുണി തനിക്കറിയുന്ന പഠിപ്പിച്ചിട്ട് അദ്ദേഹം അധ്യാപകനായതുകൊണ്ട് ബ്രാഹ്മണൻ പോലുമല്ലാത്തൊരു ക്ഷത്രിയൻ പാഞ്ചാല രാജാവായിരിക്കുന്ന പ്രവാഹണ കൈവല്യന്റെ അടുത്ത് തന്റെ മകനെ പഠിക്കാൻ അയച്ചു. ശ്വേതകേതു പ്രവാഹണ കൈവല്യന്റെ അടുത്ത് പോയി പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, പുതിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ പുതിയ ചോദ്യമായിരുന്നു, പിതാവേ, ഞാൻ എവിടുന്ന വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നേ, ഞാൻ ആരാണ്? ത്രികാലജ്ഞാനികളാവുന്നത് അവിടെയാണ് മനുഷ്യൻ. കടന്നു വന്ന വഴികൾ അറിയണം മനുഷ്യന്. ഞാൻ ആരാണ്, ഞാൻ ഇപ്പോഴെവിടെയാ നിൽക്കുന്നതെന്നറിയണം, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയണം, ഭൂതം വർത്തമാനം ഭാവി അറിയണം. ത്രികാലജ്ഞാനി അതാണ്. പക്ഷിമൃഗാദികൾക്കറിയില്ല എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ എന്നറിയാൻ ഗുരുനാഥന്മാരും ആചാര്യന്മാരാകുന്ന വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല പക്ഷിമൃഗാദികൾ. ഒരു പട്ടിക്കും പശുവിനും പൂച്ചക്കും അറിയില്ല തന്റെ പൂർവ്വഗാമികൾ ആരായിരുന്നു എന്ന്. അലൈറ്റ് വേണ്ട സുഖം. തന്റെ പൂർവ്വഗാമികൾ ആരായിരുന്നു എന്ന് ഒരു പട്ടിക്കും അറിയില്ല. നമുക്കറിയാം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരാരാ. നമ്മൾ ചേരന്മാര്, ചോളന്മാരും പാണ്ഡ്യന്മാരുടെയും നാട്ടുകാരായിരുന്നു എന്നറിയാലോ. നമ്മുടെ ചരിത്രബോധം ഉണ്ടല്ലോ. നമുക്ക് ഭാവി കാലത്ത് രൂപപ്പെടുത്തുമല്ലോ. 2045 ഇന്ത്യ വികസിത രാജ്യമാക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി പോകുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോ 20 കൊല്ലത്തപ്പുറത്തേക്ക് നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഭാവി കാലമുണ്ട്, ഭൂതവും ഭാവിയുണ്ട്, നിലവിലുള്ള അവസ്ഥയുണ്ട്. എന്താണ് മനുഷ്യൻ? മനുഷ്യൻ എന്ന വാക്കിന്റെ ഒരു നിർവചനം ഞാൻ പറയാം. ഈ നിർവചനം നിങ്ങൾ കൃത്യമായിട്ട് 2 തവണ ഞാൻ പറയും. കൃത്യമായി മനസ്സ് കൊടുത്തു വെക്കണം. എന്താണ് മനുഷ്യൻ? അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് മക്കൾ മനുഷ്യരാവില്ല. കാരണം അവര് പറ്റിട്ടത് മൃഗത്തിന്റെ ശരീരമാണ്. അവര് സോഫ്റ്റ്വെയർ പറ്റിട്ടില്ല, ഹാർഡ്വെയറെ പറ്റിയിട്ടുള്ളൂ. സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്താണെന്നറിയാവോ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ്, UPS, ബാറ്ററി എല്ലാം ചേരുന്ന സാധനം, കാണുന്ന സാധനമാണ് അതിന്റെ ഹാർഡ്വെയർ. അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിന്റെ സോഫ്റ്റ്വെയർ, അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അതാണ് അതിന്റെ സോഫ്റ്റ്വെയർ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഹാർഡ്വെയറും കൊണ്ടാണ് വരുന്നത്. പിന്നീട് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം. അമ്മ താരാട്ടുപാട്ട് പാടുമ്പോ പഠിപ്പിച്ചു.
അമ്മ ചുണ്ട് പൂട്ടി തുറക്കുന്നത് കുട്ടി ഇങ്ങനെ കാണുമ്പോ കുട്ടിയും ചുണ്ട് പൂട്ടി തുറക്കുമ്പോ അമ്മ എന്ന അക്ഷരം പഠിച്ചു അല്ലേ? അത് അമ്മ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായും. പിന്നാണ് ഒരു മീശക്കാരൻ വരുന്ന കുട്ടീനെ എടുക്കുന്ന, വയറ്റുന്ന് പോകുന്നുണ്ടെങ്കിൽ മൂക്കുന്ന് വലിക്കുന്നുണ്ടെങ്കിൽ ഒന്നും എടുക്കൂല. അതെല്ലാം അമ്മക്ക്. കുളിച്ച് നീറ്റാണെങ്കിൽ എടുക്കും. കുറച്ച് മാന്യന്മാര് വരും എടുത്ത് നടക്കാൻ അല്ലേ? ആ മീശക്കാരൻ വായ പൂട്ടി തുറക്കല് മാത്രല്ലല്ലോ, ഇതിന്റെ ഉള്ളുന്നുണ്ടല്ലോ ഒരു ഇറച്ചി കഷ്ണം ഇളകി കളിക്കുന്ന കുട്ടി അത് കണ്ടെത്തി. കുട്ടീന്റെ വായിലുണ്ടല്ലോ ഒരു ഇറച്ചി കഷ്ണം, നാവ്. അത് അണ്ണാക്ക് പറ്റിച്ചിട്ട് ഈ മീശക്കാരനെ കുട്ടി വിളിച്ചു. ചുണ്ട് പൂട്ടി തുറക്കുന്നു, അടുത്ത അക്ഷരം അണ്ണാക്ക്, നാവ് പറ്റിച്ച് വിളിക്കുന്നു ച. അതാ ച. മനസ്സിലായോ? അമ്മ അച്ഛൻ. അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് കുട്ടി പിന്നെ ജനിച്ചതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അവൻ ലോകത്തെ പറ്റി അറിയുകയാണ്. അപ്പോ ആ സോഫ്റ്റ്വെയർ വളർത്തിയെടുക്കലാണ് അച്ഛൻ്റെ അമ്മേന്റെ ജോലി. ഈ ശരീരത്തെ വളർത്തലല്ല, ശരീരത്തെ തളർത്തല അച്ഛൻ്റെ അമ്മേന്റെ ജോലി. അറിയോ നിങ്ങള്? നമ്മൾ ജനിച്ച ഉടനെ കുട്ടിക്ക് എന്താ ചെയ്യുന്നത്? എന്താ ചടങ്ങ്? ചെണ്ടമുട്ടാൻ പഠിക്കുക. ഒരു കുട്ടി ജനിച്ച ഉടനെ എന്താ ചെയ്യാ? ആദ്യത്തെ ചടങ്ങ് എന്താ? ഇവിടെ പണ്ടൊരു ചടങ്ങുണ്ടായിരുന്നു, അതിപ്പോ ആരും ചെയ്യുന്നില്ല. ആ ചടങ്ങിനെ കുറിച്ച് ഒരു സിനിമാ ഗാനമുണ്ട്, ഒരു സിനിമ പേര് തന്നെയുണ്ട്. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. തേനും വയമ്പും നാവിൽ ചോറും. എന്തിനാ തേന്? കുട്ടി ജനിച്ച ഉടനെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. മധുരം നാവിൽ തൊട്ടാൽ ഹായ് ഈ ലോകം മധുരം 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 മധുരാധിപതേ സകലം മധുരം. നല്ല അനുഭവമല്ലേ കുട്ടിക്ക്? ഈ ലോകത്തെ അവൻ ഇഷ്ടപ്പെടും. ആരെങ്കിലും ഇപ്പൊ തേന് തൊട്ട് കൊടുക്കുന്നുണ്ടാ? ഇല്ല. പകരം ഒരു ഇഞ്ചക്ഷൻ വെക്കും. കുത്തി വേദനിച്ച് കരഞ്ഞു കുട്ടി തോന്നുക ഈ ലോകം മുഴുവൻ എന്നെ കുത്താമെന്ന കാലം മാറാ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ ആയി അല്ലേ? അതുകൊണ്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധരാകുന്നതെന്ന്. ഇഞ്ചക്ഷൻ വേണ്ടേ? നിർബന്ധ. ഇല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു. ഉത്തർപ്രദേശിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 60 കുട്ടികളും മരിച്ചു പോകുന്നുണ്ട്. കേരളത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 4 കുട്ടികളെ മരിച്ചു പോകുന്നുണ്ട്. അതിന്റെ കാരണം കൃത്യമായി വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അല്പം മധുരം നാവുമ്പോ തൊട്ട് കൊടുത്തൂടെ? അത് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ. എന്താ അത്? പേരുവിളി. എത്രാമത്തെ ദിവസം ഇവിടെ പേര് വിളിക്കുക? 28 അല്ലേ? എന്താ 28ന്റെ കണക്ക്? അത് 29 പോയത്. 28 കൃത്യമായ ഒരു കണക്കുണ്ട്. AD 825 മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല. അറിയാവോ? AD 825 കേരള ചരിത്രവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. AD 825 മലയാളിക്ക് കൊല്ലത്ത് വെച്ച് സ്വന്തമായ ഒരു കലണ്ടർ ഉണ്ടാക്കിയത്. 1200 കൊല്ലായി ആ കലണ്ടർ ഉണ്ടാക്കിയിട്ട്. അത് ആ കൊല്ല വർഷം, ഇന്ന് കലണ്ടർ പോയി നോക്കുക, കൊല്ല വർഷം 1200 ആയത്. AD 825 കൊല്ലത്ത് വെച്ച് കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറിന്റെ പേരറിയാമോ? നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന മാതൃഭൂമിന്റെ മനോരമേന്റെയോ ബാങ്കിന്റെ കലണ്ടർ ഇല്ലേ? അത് പോർച്ചുഗീസുകാർ വന്ന ഗ്രിഗോറിയൻ കലണ്ടറാ. നമ്മുടെ കലണ്ടർ അല്ല അത്. നമ്മുടെ കലണ്ടർ ചുമരുമ തൂക്കുന്നതല്ല. ആ കലണ്ടറിന്റെ പേരറിയാവോ? പഞ്ചാംഗം. ഈ പഞ്ചാംഗം വന്നതിന് ശേഷം നമുക്ക് ഡേറ്റ് ഉണ്ടായി. അതിനു മുമ്പ് നമുക്ക് ഒരു മാസത്തിൽ 27 ദിവസമേ ഉള്ളൂ. ആ 27 ദിവസം 27 നക്ഷത്രത്തിന്റെ പേരാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. അപ്പൊ 28ാമത്തെ ദിവസം മാസം കൂടിയിട്ട് ഒരു കുട്ടീന്റെ ജന്മദിനം ഫസ്റ്റിൽ വരും. 28ാമത്തെ ദിവസം. ഈ കണക്കും കൊണ്ട് നമ്മൾ കുടുങ്ങിയറിയോ? വലിയ കൊടുക്ക. പലരും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വലിയ പ്രശ്നമാണ്. കാരണം പണ്ട് മലയാള മാസവും നക്ഷത്രം അറിയൂ. ഇവിടെയുള്ള 60 വയസ്സ് കഴിഞ്ഞാക്ക് 3 ദിവസം കേക്ക് മുറിക്കേണ്ട ചാൻസ് ഞാൻ പറയട്ടെ. ഒന്ന് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി. രണ്ടാമത് മലയാള മാസവും നക്ഷത്രവും. മേടമാസം മകർ നക്ഷത്രത്തിൽ എൻ്റെ അമ്മ പായസം വെക്കൂ, എൻ്റെ ജന്മദിനാഥ. മൂന്നാമത്തതോ LP സ്കൂളെ ഹെഡ് മാസ്റ്റർ നിശ്ചയിച്ചു തന്നൊരു തീയതി ഉണ്ടാവും. കാരണം അന്ന് സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ ഒരാൾക്കും അറിയില്ല എപ്പാ. എൻ്റെ അച്ഛൻ ചേർക്കാൻ പോയപ്പോൾ എപ്പാ നാരായണ ഇവനെ പ്രസവിച്ചതെന്ന് കുഞ്ഞിരാം മാഷ് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ പൊരളിമലയിൽ, പൊരളിമല എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജാവിന്റെ ആസ്ഥാനം, അവിടെ പൊനംകൃഷി നടത്തിയിരുന്നു. ആ പൊനംകൃഷി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലുള്ള നെല്ലും ചാമ മുത്താറിയും ഒക്കെ കൃഷി ചെയ്യുന്നതിനാണ് പൊനംകൃഷി. അത് ചെയ്ത കൊല്ല മാഷെ ഇവനെ പറ്റുന്നു.
അതേത് കൊല്ല? അത് കണ്ണവം പാലത്തിന്റെ കണ്ണടഞ്ഞിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്ന് മാഷ് തീരുമാനിച്ചു, ജൂണിൽ 5 വയസ്സ് തികയണമെങ്കിൽ മെയ് പ്രസവിക്കണ്ടേ, അതുകൊണ്ട് നിന്റെ ജന്മദിനം മെയ് 4 മാഷ് നിശ്ചയിച്ചതാ. അതാ എന്റെ SLC ബുക്കിൽ. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ? ആ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 4 കൊടുത്ത് ഫേസ്ബുക്കിൽ. ഇപ്പൊ മെയ് 4 എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരും, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഞാനത് മുഴുവൻ മരിച്ചുപോയ കുഞ്ഞിരാം മാഷയുടെ പാതാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ച. നമ്മുടെ നക്ഷത്ര പിറന്നാളിന്റെ പ്രശ്ന അതിനെ കൊണ്ട് വേറെ കൊടുക്കേണ്ട കണക്ക്. നമുക്ക് 27 ദിവസമേ ഉള്ളൂ ഒരു മാസം. 12 മാസം 27 ദിവസവും കൊണ്ട് നമുക്ക് ഇത് ടാലിയാവില്ല. 12 മാസം 27 ദിവസം 12 ഗുണിക്കണം 27 സമം 324 ദിവസം എത്തൂ. ഭൂമി സൂര്യനെ ചുറ്റണക്കം 365 ദിവസം വേണോ? അപ്പൊ ഇതങ്ങ് ടാലിയാവണ്ടേ? മണ്ഡലം കംപ്ലീറ്റ് ആവണ്ടേ? മണ്ഡലം എന്ന് പറഞ്ഞ വട്ടം. ഭൂമി സൂര്യനെ ചുറ്റുന്ന വട്ടം കംപ്ലീറ്റ് ആകാൻ എത്ര ദിവസത്തിന്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. അതാ മണ്ഡലമാസം പിന്നെ ഒന്ന് ഉണ്ടാക്കി. മനസ്സിലായോ? വ്രതത്തിനും പൂജക്കും മണ്ഡലകാലം ഉണ്ടാക്കിയത്. ഈ കുറവ് വന്ന കാലം മണ്ഡലകാലം. പിടികിട്ടിയോ? 41ന്റെ കണക്ക്. ഈ 28ാമത്തെ ദിവസം കുട്ടീന്റെ ജന്മനക്ഷത്ര ഫസ്റ്റിൽ വരിക. അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും, അരയിൽ ഒരു നൂലും കെട്ടും. എന്തിനാണ് ഈ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും മഹാപണ്ഡിതന്മാരോടും ചോദിച്ചു, ഈ അരയിലെ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താ? ഒരു വയോജന സംഗമത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ റിട്ടയർഡ് ആയ ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, നൂല് കെട്ടുന്നതിന്റെ അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. എന്നാ ഞാനൊരർത്ഥം പറഞ്ഞുതരാം. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ, പ്രസവിക്കുന്ന അമ്മ, മുലയൂട്ടുന്ന അമ്മ, ഇതെല്ലാം അമ്മയല്ലേ ചെയ്യുന്നത്? അതെ. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസം വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരു അതിരിടുന്ന പകുതി അച്ഛന് പകുതി അമ്മക്ക്. ഇതിനാണോ? അല്ല. ഈ കെട്ടിനൊരർത്ഥമുണ്ട്. അന്ന് മുതൽ അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യണം. ശരീരത്തെ കൺട്രോൾ ചെയ്യണം. മൃഗങ്ങള് ശരീരം വളർത്തിയാലാ ലാഭം. പശുവിനെ പോറ്റിയാൽ കറന്ന് വിൽക്കാം, ആടിനെയും കോഴിയെ പോറ്റിയാൽ ഇറച്ചി വിൽക്കാം. വിഷു വരാൻ പോവാ, റംസാൻ മാസവും വരാൻ പോവാ. ഇറച്ചിക്ക് ഭയങ്കര ബലിയാവും. മോനെ നല്ലോണം തിന്നോ, നിന്റെ ചന്തിമെന്ന് കുറച്ച് അരിഞ്ഞ് കറി വെക്കാലൊന്നും പറ്റുമോ? ഇല്ല. ഈ ശരീരത്തെ വളർത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന്. അത് ജീവൻ നിലനിർത്താൻ കൊടി പറക്കണമെങ്കിൽ ഒരു കൊടിവരം വേണം. അത് മാത്രമാണ് നമ്മുടെ ശരീരം. മനസ്സാണ് കൊടി. ആ മനസ്സ് മുന്നോട്ട് പോകാനും കർമ്മങ്ങൾ ചെയ്യുവാനും ഒരു ശരീരം വേണം. അത്രയേ ഉള്ളൂ. ആ ശരീരമാണോ മനസ്സാണോ പ്രധാനം? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ശരീരം പ്രധാനമായാണ് അത് മൃഗമാണ്, മനസ്സ് പ്രധാനമായ മനുഷ്യനാണ്. ഗുരു ലഘു എന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവാണ്. വലുത് ഗുരു, ചെറുത് ലഘു. ഭൂമി വലുതും ആപ്പിള് ചെറുതും. വലുതായ ഗുരുവായ ഭൂമി ചെറുതായ ആപ്പിളിനെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് ഭൂമിക്ക് എന്ത് ബലം? ഗുരുത്വബലം. മനസ്സിലായോ? ഗുരുവിന്റെ ബലം ഗുരുത്വബലം. ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയത്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പത്രത്തിൽ വാർത്ത വന്നാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്ന് ആരും വിശ്വസിക്കലുണ്ടാ? ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ പരിക്ക് പറ്റിയെന്നാ. ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാ. കാരണം ശരീരം പറയുന്ന അനുസരിക്കൽ മാത്രം മനസ്സ്. മൂത്രയിക്കണമെന്ന് തോന്നി അപ്പം മൂത്രയിക്കും. അത് അമ്പലപ്പറമ്പ്, സ്കൂളോ, റോഡോ നോക്കുവോ? ചാണകമിടണം തോന്നി അവിടുന്ന് ചാണകിടും. ഇപ്പൊ ആന എഴുന്നള്ളത്തുണ്ടായിരുന്നില്ല ഇവിടെ? ആന എഴുന്നള്ളത്ത് ഭഗവാന്റെ ബിംബമാണ് തലയിൽ വെക്കുന്നത്. അപ്പം പിണ്ട ഇടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആന പിണ്ട ഇടാണ്ട് നിൽക്കുവോ? ഇല്ല. അതെന്ത് ഭഗവാൻ വന്നിന് അതിന് പിണ്ട ഇടാൻ തോന്നി ആടെ പിണ്ട ഇടും. അതാണ് അതിന്റെ ശരീരമാണ് ഗുരു. മനസ്സിലേക്കുക. മനസ്സുണ്ട്, മൃഗങ്ങൾക്ക് മനസ്സൊക്കെ ഉണ്ട് അല്ലേ? നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുട്ടികളൊക്കെ ഇല്ലേ? കണക്കറിയുന്ന പട്ടിയുണ്ട് എൻ്റെ നാട്ടിൽ. വീതി കുറഞ്ഞ റോഡിലൂടെ നമ്മൾ സ്കൂട്ടറും കൊണ്ട് പോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കും. നമ്മൾ ഹോൺ അടിച്ചാൽ സ്കൂട്ടറാണെന്ന് കണ്ട പട്ടി അനങ്ങില്ല. കാരണം സ്കൂട്ടറിന് കൊണ്ട വീതി അവിടെ ഉണ്ട്, കണക്കറിയാം. പറയും ലോറി വന്ന് നോക്കട്ടെ, പട്ടി എഴുതിയിട്ട് മാറിത്തരും. അപ്പൊ സ്കൂട്ടർ വീതി കുറഞ്ഞതും ലോറി വീതി കൂടുതലുമാണെന്നുള്ള കണക്ക് പട്ടിക്കറിയാം. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില ദേശികൾക്ക് ഈ കണക്കറിയില്ല, കണ്ടെടുത്ത് വെച്ച് പോകും. കണ്ടില്ലേ? അല്ലേ? മനസ്സു ലഘുവും ശരീരം ഗുരുവുമാകുമ്പോൾ മൃഗമാകുന്നു. മനുഷ്യനായത് ശരീരം ലഘുവും മനസ്സ് ഗുരുവാകുമ്പോൾ മനുഷ്യനാവുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ശരീരത്തിന് മുട്ടുന്നു, മനസ്സെന്താ പറയാ?
അതൊക്കെ പരിപാടി കഴിയട്ടെ, ഭക്ഷണം കഴിക്കാൻ വിടുമല്ലോ, അപ്പൊ പോയി മൂത്രയിക്കാന്ന് പറഞ്ഞില്ലേ, പിടിച്ചു വെക്കും. വിശക്കുമ്പോ കണ്ടെടുത്ത് പോയി തിന്നുവാ, പിടിച്ചു വെക്കും. കുംഭമാസം പിറന്നപ്പോൾ തകരയങ്ങുണങ്ങി, ഇനി എന്ത് ചെയ്യും പെരുങ്കൊടലേ, 6 മടക്കിട്ട് 60 ചൊറയിട്ട് അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ. ഒരു പഴയ തകരപ്പാട്ട്. ശരീരത്തോട് വിശക്കും അനങ്ങാണ്ട് കിടക്കെന്ന് പറയും. കാമവികാരം ഉണർന്നാൽ ഏടുന്നെങ്കിൽ ഒരു പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ ഇണ ചേരുവോ? ഇല്ല. നിക്കവിടെ. നാട്ടുകാർ അംഗീകരിച്ച് താലി കെട്ടിയ ഒരു പെണ്ണുണ്ടെന്ന് എന്റെ വീട്ടില്. അല്ല, നീ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നീ കുടുംബക്കാരോട് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ താലി കെട്ടി ഹൃദയങ്ങൾ ചേർത്തിട്ട് മാത്രമേ നിനക്ക് ഇണചേരാൻ അവകാശമുള്ളൂ. അതാണ് സംസ്കാരം. അതാണ് സംസ്കാരം. ഇതാണ് മനുഷ്യന്റെ മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോ മനുഷ്യനായി. ഈ ശരീരത്തെ പിടിച്ചു കെട്ടുക. 28ാമത്തെ ദിവസം പിടിച്ചു കെട്ടിയിട്ട് അവന്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ ഭാവനകൾ, സൗന്ദര്യബോധം, ധാർമ്മികത, സ്നേഹബന്ധങ്ങൾ, കാരുണ്യബന്ധങ്ങൾ, പ്രകൃതി സ്നേഹം, ബുദ്ധിശക്തി വളർത്തിയെടുക്കുന്ന സോഫ്റ്റ്വെയർ വളർത്താൻ ആരംഭിക്കുക. ഈ പരിപാടിയാണ് അരയിൽ നൂലുകെട്ട്. മനസ്സിലായോ? ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിനെ വികസിപ്പിക്കുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ആമയും മുയലും പന്തയം വെച്ച കളി പോലെയായി പോകുന്നു. ഈ സോപ്പ് കഥകളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട കഥയാണ് ആമയും മുയലും പന്തയം വെച്ചത്. മുയൽ കുതിച്ചോടിയിട്ട് നോക്കുമ്പോ ആമ വളരെ പിറകിലാണ്. എന്തിനു ഞാൻ നേരത്തെ പോകുന്നു? നേരത്തെ പോയിട്ട് കാര്യമില്ലല്ലോ, 2 ട്രോഫി ഒന്നും കിട്ടൂലല്ലോ. ഒന്ന് വിശ്രമിക്കാം. വിശ്രമിച്ച് വർക്ക് കഴിയുമ്പോൾ ആമ പോയി ട്രോഫി വാങ്ങിയിരിക്കും. എന്നിട്ട് അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. തീർന്നു, കഥ തീർന്നു. ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം. ഈ കഥ മാറ്റിപ്പിടിക്കണം. ശരീരം എന്നത് ആമയും മനസ്സെന്ന് പറയുന്ന മുയലുവാ. നമ്മുടെ ശരീരം ആമയെ പോലെ വളരെ വലിയ വളരും. നമ്മളെ കുട്ടി, ഒരു പശു പ്രസവിച്ച 1/2 മണിക്കൂർ കൊണ്ട് പശു എഴുന്നേറ്റ് ഓടും, പശുക്കുട്ടി. എന്നാ നമ്മുടെ കുട്ടിയോ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുമ്പോഴേക്ക് എത്ര വയസ്സാവും? LKG അംഗനവാടി പോകുമ്പോ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ട് ഒരു അമ്മയാ. നമ്മളെ കുട്ടി കൊച്ചുമോളാ. നമ്മുടെ ശരീരം ആമയെ പോലെയാ, പക്ഷെ മനസ്സോ. ഇപ്പൊ ഇവിടെ സമ്മാനം വാങ്ങിയ കുട്ടിയിൽ എന്താ സൗഹൃദി ഡി സുമേഷ് അല്ലേ? അതല്ലേ സമ്മാനം കൊടുത്തു? ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അതുപോലത്തെ എത്ര കുട്ടികളുണ്ടെന്നറിയോ? എന്തെല്ലാം മനോഹരമായ പാട്ടുകളാ പാടുന്നറിയോ? കേസ് ചിത്രയും ജസ്ജാനകിയും പോലും തോറ്റുപോകുന്ന മട്ടിൽ പാട്ടുപാടുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അവരുടെ മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടുന്നു, ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോണ്ടല്ലോ മനുഷ്യനും ശിവനും പാർവതിക്കും എല്ലാം ബാധകമായിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രകൃതി ഇൻസ്റ്റാൾ ചെയ്യും നമ്മുടെ ശരീരത്തിൽ. എന്താ അത്? ശിവനും പാർവതിക്കും ബാധകമായ ആ സോഫ്റ്റ്വെയർ. PJ യന്ത്രം പാടിയ ഒരു പാട്ടുണ്ട് അതിനെ കുറിച്ച്. മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. പ്രകൃതി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് അമ്പലത്തിൽ പോയി തൊഴാനും സ്കൂളിൽ പോയി പഠിക്കാനും ഗവേഷണം നടത്താനും റോക്കറ്റ് ഗോളാന്തര യാത്ര നടത്താനും ഒന്നും അല്ല പ്രകൃതി ഇങ്ങോട്ട് അയച്ചത്. പ്രകൃതിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഏത് ജീവജാലത്തെയും പ്രകൃതി ഇങ്ങോട്ട് അയച്ചത് നിന്നെ പോലത്തെ കുറെ എണ്ണത്തിന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മാനിന് കസ്തൂരി മണം കൊടുക്കുന്നത്, ഇരുമീനിണക്കായിട്ട് ഒരു സാഗരത്തെ തീർക്കുന്നത്, പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്. ഈ പ്രകൃതിക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം ഉണ്ടാവണം. ഇതെല്ലാം ഇതുപോലെ തുടർന്നും ഉണ്ടാകണം. അതിന്റെ സോഫ്റ്റ്വെയർ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യും പ്രകൃതി. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും നമ്മുടെ പരീക്ഷേന്റെ കാലവും കല്യാണത്തിന്റെ കാലവും തമ്മിൽ പൊരുത്തപ്പെടുന്നു. പ്രകൃതി നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണം പോലെയാണ്. ഇപ്പോ 5-ലെത്തുമ്പോ പെൺകുട്ടികൾ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. കൈതപ്രത്തിന്റെ പാട്ട് പറഞ്ഞ പോലെ അടക്കം ചൊല്ലാൻ തുടങ്ങും. കാരണം ഋതുമതിയായി. ആൺകുട്ടികൾക്ക് പ്രേമക്കുരു പൊന്തുക. പണ്ടെല്ലാം നമ്മളെ ഭക്ഷണം വളരെ മോശമായതുകൊണ്ട് 10-ലെത്തുമ്പോ കുറേശ്ശെ പ്രേമം വരിക നെയ്യ. വന്നാലും പറയാൻ ധൈര്യമുണ്ടോ? ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് ഓള് പറയട്ടെ, ഞാൻ പറയട്ടെ, ഓളും കാണിട്ട് അവസാനം
സെൻഡ് ഓഫ് ആയ ദിവസം ഇനി കാണില്ലല്ലോ. അപ്പാട് ഓട്ടോഗ്രാഫ് എടുത്തിട്ട് കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല നേടി അങ്ങ് പോയി. പിന്നെ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, പിന്നെ ഒരു പിടിയില്ല, പാള കീറിപ്പോയി, മോന് മറിഞ്ഞും പോയി. ഇപ്പോ നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് ഫേസ്ബുക്കും വാട്സപ്പ് എല്ലാം വന്നപ്പോ അന്നത്തെ സുഹൃത്തുക്കളെ ബെസ്റ്റീനി എല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളല്ല അല്ലേ? നല്ലതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടാന്ന് പുതിയ പഠന റിപ്പോർട്ട് കേട്ടോ. നല്ലതാണ്. പ്രായമായിരിക്കുമ്പോ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അത് മലയാളിയുടെ ഒരു ഊസാഗ. ലാസാഗു ഊസാഗ പഠിച്ചിട്ടില്ലേ? അതാണ് നമ്മുടെ ഗൃഹാതുരത്ത് ഊസാഗയാണ്. അതാണ് നല്ലതാണ്. പക്ഷെ ഇപ്പൊ 10ാം ക്ലാസ് ഒന്നും കാത്തുന്നില്ല എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടില്ലേ? 9ൽ പഠിക്കുന്ന പെണ്ണ് പെറ്റു. കുട്ടീന്റെ അച്ഛൻ 8ലെ ചെക്കൻ. കണ്ടില്ലേ? എന്താണ് അവര് കഴിക്കുന്ന ഭക്ഷണം? അങ്ങനത്തെ അല്ലേ? ഈ ഭക്ഷണം അവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? പണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം എന്തായിരുന്നു? ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പൊ എത്രയാ ഇറച്ചി, എത്രയാ മീൻ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാം ഓയിൽ, എത്രയാ സൂര്യകാന്തി, എത്രയാ തേങ്ങ, എന്തെല്ലാം കൊഴുപ്പുള്ള ഭക്ഷണ കഴിക്കുന്നത് അല്ലേ? അങ്ങനത്തെ ഭക്ഷണമല്ലേ? നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ശവം. ഒറ്റ പേരേ ഉള്ളൂ. എന്നാ കോഴീന്റെ ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ ഒറ്റ പേരേ ഉള്ളൂ കോഴി. മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് 28 മോഡൽ കോഴിയുണ്ട്. ഇത് മുഴുവൻ കുട്ടികളെ തിന്ന. അവന് പിടിച്ചാ കിട്ടണ്ടേ അവന്റെ ഉള്ളിലുള്ള ഹോർമോണ്? അപ്പോ അവന്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ആമ മറികടക്കുമ്പോ മുയല് കുതിക്കുന്നുണ്ടോ? ഇല്ല, മുയല് കിടന്നുറങ്ങുന്നു. കാരണം 8, 9 എത്തുമ്പോ 7ാം ക്ലാസ് വരെ പ്രൊജക്ട് ഉണ്ടാക്കുന്നു, അസൈൻമെന്റ് ഉണ്ടാക്കുന്നു, ലൈബ്രറി പോകുന്നു. എന്തൊരു എനർജറ്റിക് ആയ കുട്ടികളാ. 8, 9 എത്തുമ്പോഴേക്ക് അവന്റെ സ്വഭാവം കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ചോടാ സർബത്ത് ഇല്ലൂമിനാട്ടി. അതിന് പറ്റിയ പാട്ടിറക്കിയിട്ടുണ്ട്. പാട്ടുകാരെ കുറ്റം പറഞ്ഞുകൂടാ, അതാ പിള്ളേർ പാടിത്തുള്ളുന്നു. നമ്മുടെ പുരാണങ്ങളിൽ കുംഭകർണനും രാവണനും ഒക്കെ ചോര കുടിച്ചതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാക്ഷസനും അസുരനും കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് കുടിച്ചിട്ട്. ഇപ്പൊ പിള്ളേർ പാടുക ഇല്ലൂമിനാട്ടി. വിദ്യാരംഭം കുറിച്ചത് അരിയിൽ എഴുതിയിട്ടല്ല, പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് എന്ന പാട്ട് ആവേശ സിനിമയിൽ ഇറങ്ങിയ ശേഷം കേരളത്തിലെ 16 വിദ്യാലയങ്ങളിൽ കത്തിക്കുത്ത് നടന്നു. അറിയോ? 2 കുട്ടികൾ ഇപ്പോ ഐസിയു കിടക്കുക. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് അല്ലേ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ടവകാശം, തനി നിറമൊട് തണിയണ നെഞ്ചേ കാട്ടുതോന്യാസം. ഇതല്ലേ പാടുന്നേ? ലോകത്തിലുള്ള നിയമങ്ങളൊന്നും വിവാഹ നിയമങ്ങൾ വേണ്ട. വേണോ? മംഗല്യം തന്തുനാനെ വേണ്ട. നമ്പൂതിരിമാര് വിവാഹം ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് മംഗല്യം തന്തുനാനേന. തന്തു പറഞ്ഞ നൂല്, താലി കെട്ടുന്ന താലിച്ചരടോട് കൂടിയിട്ടുള്ള വിവാഹമാണ്. 2 ഹൃദയങ്ങൾ ചേർക്കലാണ്. ഭർത്താവിന്റെ ഹൃദയം പറിച്ചെടുത്ത് ഭാര്യന്റെ ഹൃദയത്തോട് ഒട്ടിച്ചു കൊടുത്താൽ ഭർത്താവ് മരിച്ചു പോകുന്നതുകൊണ്ട് ഹൃദയത്തിന് പകരം പൊന്നിന്റെ ഹൃദയം ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാ വിവാഹം. ഇത് ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്ത കൊണ്ടാ നൂലുമ കെട്ടിക്കകത്ത് കെട്ടുന്ന. ഭർത്താവിന്റെ ഹൃദയമാണ് താലി. അത് ഭാര്യയുടെ ഹൃദയം എവിടെയാണ് അതിന്റെ നേരെയാ നിൽക്കണ്ടേ? ഇതറിയാത്ത ചില പൊട്ടന്മാര് വലിയ മാല മാറി ടൈം കുറച്ചിട്ട് ചില ഭർത്താക്കന്മാരുടെ ഹൃദയം ഭാര്യന്റെ ഹൃദയത്തുമല്ല ഉദരത്തുമല്ല നിൽക്കുന്നത്. വീട്ടിലെത്തി കണ്ണാടി നോക്ക്, ഹൃദയം എവിടെ അവിടെയേ താലി നിൽക്കാവൂ. ഇതിന്റെ അർത്ഥമൊന്നും അറിയാതെ മംഗല്യം തന്തുനാനേന, കല്യാണം ആചാരപ്രകാരം കഴിച്ചാൽ പിന്നെ ജീവിതം തുന്തനാനേന, തോലഞ്ഞു പോവും എന്നല്ലേ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്. മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, തോലഞ്ഞു പോവും. അതുകൊണ്ടെന്താ? കല്യാണവും വേണ്ട, പന്തലും വേണ്ട, താലിയും വേണ്ട, നാട്ടുകാരും വേണ്ട. ഒരു പെണ്ണിനെ ഒരു ചെക്കനും ചെക്കനെ ഒരു പെണ്ണിനും ഇഷ്ടപ്പെട്ടാൽ വീടിങ് ഫ്ലാറ്റ് എടുക്കുക, വാടക വീടെടുക്കുക, ആടെ കൂടുക, ഇണചേർന്ന് രമിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് തോന്നിയാൽ മടുത്താ പോയിക്കൊള്ളുക. ലിവിങ് ടുഗദർ. ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന മനസ്സിലായോ? ലിവിങ് ടുഗദർ.
മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ ഇണചേർന്ന് രമിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനാണ്. പിന്നെ മനുഷ്യൻ എന്തിനാ റേഷൻ കാർഡ് പേര്? മൃഗങ്ങളുടെ പേരില്ലല്ലോ. ഈ ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് മടുത്തിട്ട് പിരിഞ്ഞു പോകുമ്പോ ഇതിലുണ്ടാകുന്ന കുട്ടികളെ ഓന്റെ അച്ഛൻ നോക്കുവോ? ആര് നോക്കും? പഞ്ചായത്ത് നോക്കുവോ? അനാഥ കുട്ടികൾ ഉണ്ടാവാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? കുറ്റം ചെറുപ്പക്കാരെ പറയണ്ട. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ബാലൻസ് തെറ്റുക. സായിപ്പന്മാരെല്ലാം ഇറച്ചി തിന്നപ്പ, പക്ഷെ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാ 1 കഷ്ണം ഇറച്ചി തിന്നവര്. നമ്മളെ കുട്ടികൾ പച്ചക്കറി വിളമ്പി വെക്ക്, സാമ്പാർ വിളമ്പിയ കുട്ടികൾ എങ്ങനെയാ? ഈ പ്രശ്നം വെക്കുന്ന ആളെടുത്ത് പോയാൽ അല്ലേ, ജ്യോതിഷികളുടെ അടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ എന്ന് പറഞ്ഞിട്ട് കബഡി നിരത്തുന്ന നാട്ടിലാണ്. അതുപോലെയാണ് കബഡി നിരത്തും. വെണ്ടയ്ക്ക് അങ്ങോട്ട്, മുരിങ്ങക്കായി അങ്ങോട്ട്, കേരറ്റ് അങ്ങോട്ട്, വഴുതനി ഇങ്ങോട്ട്, ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് സപ്ലയറോട് ചോദിക്കും സ്വകാര്യം പീസ് ഉണ്ടാവും. പീസാവണ്ടേ? ഇത് തിന്ന് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ശരീരത്തെ മറികടക്കാൻ മനസ്സിന് കഴിയാതാവുന്നു. ഏടുന്നും ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി, മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല, അടുത്ത ദിവസം പോയി. ഇനി വർത്താനം പറയുന്ന നാളെ ഞാൻ സ്റ്റേജ് കയറ്റിയിരിക്കുക. പോയി പോകുമ്പോ പോവല്ല മോളെ എന്ന് പറയേണ്ട മനസ്സുറങ്ങിപ്പോയി. മുയലുറങ്ങി. പോറ്റി വലുതാക്കി അച്ഛനും അമ്മേനെയും കരയിക്കാവോ? ആരാ അമ്മ? അച്ഛനൊരു സങ്കല്പം, അമ്മയൊരു യാഥാർത്ഥ്യമല്ലേ? അമ്മ എന്ന് പറയുന്നത് പേറ്റുനോവ് അനുഭവിച്ചിട്ട് കുഞ്ഞിനെ പ്രസവിച്ചിടുക മാത്രമല്ലല്ലോ അമ്മയുടെ ജോലി. ആ കുഞ്ഞിനെ കുളിപ്പിച്ച് വളർത്തിയെടുത്ത് കണ്ണെഴുതി പൊട്ടുതൊട്ടിട്ട് അതിനെ മാർവിടത്തിൽ സ്തന്യം കൊടുത്ത് വളർത്തിയിട്ട് കൊണ്ടുപോയിട്ട് ആ ഉറങ്ങുന്ന കുഞ്ഞിനെ കിടത്തുന്ന രംഗം നോക്കിയാൽ മതി അമ്മയും മാതൃത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഒരമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തുന്ന ആ രംഗം കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. നല്ല മുട്ടും കുത്തിയാടി ഇരുന്നിട്ട് ഷോക്കാപ്സ് താങ്ങിയിട്ടായി ഇരിപ്പുണ്ട്. ഇരുന്നിട്ട് ഒരു കൈ കൊണ്ട് ഒരു പായി എടുത്തിട്ട് ഒരു തുണി എടുത്തിട്ട് കുട്ടീനെ അങ്ങനെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുമ്പോൾ കുട്ടി അറിയില്ല. എന്നിട്ടൊരു തുണി മേലെ എടുത്തിട്ട് തുടക്കി 2 മുട്ടും കൂടി മുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാകുമ്പോൾ എഴുന്നേറ്റ് മുടിയും കെട്ടി പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം. കേട്ടാ മോൾ ഉറക്ക് തെളിയുന്നുണ്ടാവോളി എന്നുള്ള മട്ടിൽ ആ നോട്ടത്തിന്റെ ചാരുതയുണ്ടല്ലോ. ലോകത്ത് ഒരു സിനിമാ നടിയുടെ ചിരിയിലും ആ സൗന്ദര്യം കാണാൻ പറ്റില്ല. അത്ഭുതകരമാണ് ആ ചിരി. തന്റെ കുട്ടി ഉറങ്ങുമ്പോൾ അമ്മ എത്ര സ്വാർത്ഥമതിയാവുന്നറിയോ? വീട്ടിൽ ആരും ശബ്ദമുണ്ടാക്കല്ലേ. അയൽവാസികളെ നിങ്ങൾ മിണ്ടാതിരിക്കൂ. നാട്ടുകാരെ പറ്റുമോ 3 ലോകവും അനങ്ങരുത്, ഉറങ്ങിത്തരൂ. എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ്. ഉണ്ണി വാവാവൂ പൊന്നുണ്ണി വാവാവൂ അല്ലേ? കുയിലിന്റെ പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കഴിഞ്ഞ 2 മാസമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുന്ന ഒരു പാട്ടുണ്ട്. അതാ ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഉറങ്ങുന്ന കുഞ്ഞിന്റെ അമ്മയ്ക്ക് കുയിലിന്റെ പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കുയിലേ, നിന്റെ പാട്ടിന്റെ വോളിയം കുറക്ക്, എന്റെ മോൻ ഉറങ്ങുക. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. നാളെ പൗർണമി അല്ലേ? ആകാശത്തെ നിലാവ് നോക്കിയിട്ട് നമ്മൾ സ്വപ്നം കാണുന്നു. പക്ഷേ ആ നിലാവിന്റെ തണുത്ത രശ്മികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവളാണ് അമ്മ. അതാണ് ജയചന്ദ്രന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. കുയിലിനോടും നിലാവിനോടും മാത്രമല്ല, സ്വന്തം ഹൃദയത്തോട് പറയും, ഒച്ചത്തിൽ മിടിക്കല്ല, ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. അത്ര മനോഹരമാണ്. അതാണ് അമ്മ.
ആ അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, കണ്ടൊരുത്തരം മതി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് പോകുന്ന കുട്ടികൾ ഓർക്കുക, പിന്നിൽ വാല് മുളച്ചിട്ടുണ്ടോ? മനുഷ്യനല്ല, മൃഗമാ. മനസ്സിലായോ? കാരണം ശരീരം ഉണർന്നു, മനസ്സുറങ്ങി. എന്താ കാരണം? ഇവന്റെ ഹോർമോൺ ബാലൻസ് തെറ്റി. ഇതാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരമല്ല മുഖ്യം, മനസ്സാണ്. മാംസത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തലാണ് ഭക്തി. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ, മലയിൽ വാഴും ഭഗവാനെ. അങ്ങനെ നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ അടുത്തിരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോ ഉദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ച ചോദ്യമാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ആ ചോദ്യത്തിന് മറുപടിയായി ഉദ്യാലകാരുണി പറഞ്ഞു, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച് തേനീച്ച തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. ആ മഴത്തുള്ളി നീയാകുന്നോ, ആ തേൻതുള്ളി നീയാകുന്നോ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഓരോ കോശവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഇവിടെ നിന്നെല്ലാം ആരെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞാനിപ്പം പറയുന്ന എന്റെ തൊണ്ടയിലെ ശബ്ദത്തിന്റെ ഉറവിടം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ച 3 നൂൽപ്പിട്ടാണ്. ആ നൂൽപ്പിട്ട് ഏത് വയലിൽ നിന്ന് ആരധ്വാനിച്ചിട്ട് ഏതൊക്കെ മില്ലിൽ കൊണ്ടേ കുത്തിയാൽ നമുക്കറിയുമോ? അപ്പൊ ഞാൻ എന്ന് പറയുന്ന എന്റെ സ്വന്തമാണോ? അതും ഇതുമെല്ലാം ഒന്നാണ്, രണ്ടില്ല. അതാണ് അദ്വൈതം. പിടികിട്ടിയോ? രണ്ടില്ല, ഒന്നാണ്. ഇതാണ് തത്വമസി. അതാ ദർശനം. മേലെ ചോദ്യത്തിൽ നിന്ന് ഉത്തരം ഉണ്ടായി. ചോദ്യമാണ് പ്രധാനം. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം നമുക്ക്. അപ്പോഴാണ് രാജ്യം വികസിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നൊരവസ്ഥ. ലോകത്തിൽ ഏറ്റവും വലിയ അറിവ് എന്താണെന്നറിയുമോ? തനിക്ക് എന്തറിയില്ല എന്നറിവാ. ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് എല്ലാം എനിക്കറിയാമെന്ന അഹന്ത കൊണ്ടാണ് പുതിയത് പഠിക്കാത്തത്. അറിയില്ല എന്ന അറിവുണ്ടാവണമെങ്കിൽ ചോദ്യം ഉണ്ടാവണം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ മനസ്സിലൊരു സ്പേസ് തുറക്കപ്പെടും. ഇപ്പൊ ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ കൈനീട്ടൂലേ വാങ്ങാനായിട്ട്? ഇതുപോലെ നമ്മുടെ മനസ്സിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സ് നീട്ടും. ഈ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഉത്തരം കിട്ടുന്നത് വരെ ആ മനസ്സ് എക്സ്റ്റെൻഡ് ചെയ്ത ഫയല് ആ റൂം ശൂന്യമാകും. ഒരുത്തൻ വിവാഹത്തിന് പെണ്ണ് കാണാനായിട്ട് വരനായിട്ട് പോകുമ്പോ വരൻ പുറപ്പെട്ടാൽ ആ വധുവിനെ കൊണ്ടൊന്ന് പാർപ്പിക്കാൻ ഒരു റൂം ഒരുക്കണ്ടേ? ആ റൂം ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണ് കാണാൻ പോയിക്കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മനസ്സിൽ കിട്ടുന്നത് വരെ ആ ഉത്തരം ന്യൂനമർദ്ദമായി ശൂന്യമായി കിടക്കും. ശൂന്യത ന്യൂനമർദ്ദമാണ്. ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. അറിയില്ലേ? അനുഭവം പറയാം. ഞാൻ കണ്ണവങ്കാട്ടിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാളാണ്. അവിടെ കരണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കരണ്ടില്ല. കണ്ണവങ്കാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ആളെല്ലാം. ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ണവങ്കാട്ട് നിന്നാ ഷൂട്ട് ചെയ്തത്. പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ണവങ്കാട്ട് നിന്നാ ഷൂട്ട് ചെയ്തത്. എൻ്റെ വീട്ടിൽ കരണ്ട് ഉണ്ടായിരുന്നില്ല. ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ പഠിക്കുക. ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയാവോ? മഷി അന്ന് അറ്റത്ത് ബോൾ തിരിയുന്ന ബോൾ പെൻ ഇല്ലല്ലോ, മഷി നിറയ്ക്കുന്ന പേനയാണ്. അതിന് ബ്രില്ലിന്റെയും ക്യാമലിന്റെയും മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടുവച്ചാൽ കാലിയായ കുപ്പീന്റെ മൂടി കാണിയടിച്ച് ദ്വാരമുണ്ടാക്കി റബ്ബർ ടാപ്പിങ് ചെയ്യുമ്പോൾ പാലൊഴുകിയിട്ട് ചിരട്ടിയിലേക്ക് കുറ്റാൻ വേണ്ടിയിട്ട് ഒരു ചില്ലടിക്കൂലേ? ആ ചില്ലി പൈപ്പ് പോലെ ചുരുട്ടിയിട്ട് ഈ ദ്വാരത്തിലൂടെ താഴ്ത്തിയിട്ട് അച്ഛന്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കിയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന വിളക്കാൻ ഞങ്ങളുടെ വിളക്ക്. ഇത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യവും വരും, സങ്കടവും വരും. കാരണം ഈ വിളക്കിനൊരു തോന്നിയാസവും. ഇത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്ന ആ ഭാഗത്തെ പുക വരൂ. അപ്പുറത്തിരുന്ന പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്ന പുക ഇങ്ങോട്ട് വരും. എന്താ ഈ വിളക്കിന് നമ്മളോട് ഇത്ര വിദ്വേഷം? ഒരു വിദ്വേഷവും ഇല്ല. ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും. ചലനമുള്ള വായുവിന് ന്യൂനമർദ്ദം ഉണ്ടാവും. മൂക്കിന്റെ ശ്വാസോച്ഛ്വാസം ഉണ്ടാവുമ്പോൾ ഇവിടെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നുണ്ടാ പുക മൂക്കിലേക്ക് വരുന്നേ. ന്യൂനമർദ്ദത്തിന്റെ കരുത്ത് സിറിഞ്ച് നോക്കൂ. സിറിഞ്ചിൽ ബേക്കുന്ന പിസ്റ്റം വലിക്കുമ്പോ കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത് എന്തുകൊണ്ടാ? പിസ്റ്റൺ വലിക്കുമ്പോൾ അവിടെ അത്രയും സ്പേസ് വാക്വമായിട്ട് വാക്കൻ്റായി കിടക്കും. ആ വാക്കൻ്റായി കിടക്കുന്നിടത്തേക്ക് മരുന്ന് മേലോട്ട് കയറും. വാക്വത്തിന്റെ കരുത്ത് ഞാൻ കാണിച്ചു തരാം.
ഈ ഗ്ലാസ് നോക്കുക, വാക്വത്തിന്റെ കരുത്ത്. ഈ ഗ്ലാസ് എന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, നിൽക്കുന്നില്ലേ? ഇങ്ങനെയും നിൽക്കുന്നു. എങ്ങനെയാണ് ഇത് നിൽക്കുന്നത്? ഇതൊരു മാജിക്കും അല്ല, ഇവര് കൊണ്ട തന്ന. മോൻ എടുത്ത ഗ്ലാസ് എടുത്തോ, ടൈറ്റാണ്, കിട്ടുന്നില്ലല്ലോ. ഓക്കെ, വിട്ടോ. അത് ടൈറ്റ് ആയത് എങ്ങനെയാ? ഇതൊരു മാജിക്കും അല്ല. ഞാൻ കൈ അമർത്തിയിട്ട്, കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ അവിടെ വെച്ചു 4 ഭാഗം അമർത്തി, എന്നിട്ട് 2 വിരൽ താഴോട്ട് താത്തുമ്പോ ഉള്ളം കൈ മേലോട്ട് വരും. അപ്പൊ അല്പം ന്യൂനമർദ്ദവും വാക്വവും ഉണ്ടാവും അവിടെ. ഇത് ഒരു കുട്ടിയും വീട്ടിൽ പോയിട്ട് ചെയ്തിട്ട് ഗ്ലാസ് പൊളിക്കണ്ട. നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ നിന്ന് കുട്ടികൾ ചെയ്യുന്ന സാധനം തന്നെയാ. നിങ്ങൾ സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് വായിൽ അമർത്തുക, എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചാൽ ഇത് ടൈറ്റ് ആയി നിൽക്കൂലേ? അത് തന്നെ സംഭവം കേട്ടാ, അതാ സംഭവം. ഈ ന്യൂനമർദ്ദം തലയിൽ ഉണ്ടാക്കുന്ന അനുഭവത്തെയാണ് വിദ്യാഭ്യാസം എന്ന് അറിയണം കേട്ടോ. എന്താ വിദ്യാഭ്യാസം? എന്റെ ഉള്ളിലേക്ക് വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാവാനുള്ള ഒരിടം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകണം. വെളിച്ചത്തെ സ്വീകരിക്കാൻ, അറിവിനെ സ്വീകരിക്കാൻ. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പണ്ട് പുസ്തകം കിട്ടാഞ്ഞിട്ടാ വായിക്കാൻ. ഇന്ന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ന് പുസ്തകങ്ങൾ കോടിക്കണക്കിന് ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും വായിക്കാത്തത്. ഇതെനിക്ക് വേണമെന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഈ ചോദ്യങ്ങളിലൂടെ വിജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കടക്കണം. മനസ്സിലായോ? ഈ ജ്ഞാനത്തിലേക്ക് കടന്നാൽ ഈ ജ്ഞാനം ശരിയാണോ എന്ന് ചുറ്റുവട്ടമുള്ള ആളുകളുമായി ചർച്ച ചെയ്തിട്ടും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഉറപ്പുവരുത്തി അതിന്റെ യുക്തി കാണണം. അപ്പോൾ മാത്രമേ നോളജ് ഉണ്ടാവുന്നുള്ളൂ. നോളജ് ഉണ്ടാവണമെങ്കിൽ 3 കാര്യം വേണം. നോളജ് ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഒത്തുചേരണം. ഒന്ന്, ആ നോളജ് സത്യമായിരിക്കണം. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നോളജ് ആവില്ല. അത് സത്യമാണെന്ന്. രണ്ടാമത്, യുക്തിപൂർവം എനിക്ക് തെളിയിക്കാൻ, മറ്റൊരാളോട് തെളിയിക്കാൻ പറ്റണം. ഇത് സത്യമാണെന്ന് മറ്റൊരാളോട് എനിക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റണം. മൂന്നാമത്തത്, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും വേണം. ഇത് 3 ചേരുമ്പോഴേ നോളജ് ഉണ്ടാവും. സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഉണ്ടാക്കിയത്, അടുത്തിരുന്ന് ചർച്ച ചെയ്തത്. അർദ്ധസത്യങ്ങളും അസത്യങ്ങളും അപൂർണ സത്യങ്ങളും 1,00,000 കൂട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തില്ല. ഉദാഹരണം പറയാം. ഈ പന്തലിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തെ നോക്കൂ. 1,00,000 നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. എന്നിട്ടും നമുക്ക് വെളിച്ചമുണ്ടോ? ഈ LED-യും CFL-ഉം ട്യൂബ് ലൈറ്റും വേണ്ടി വന്നില്ലേ? എന്നാ പകലോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത്. ആ ഒരു നക്ഷത്രം മാത്രമായിട്ട് നമുക്ക് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നു. എന്തുകൊണ്ടാ? അത് സത്യത്തിനടുത്താണ്. നമ്മൾ പകലുള്ള നക്ഷത്രത്തിനടുത്ത സൂര്യന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമാണ് തിരുവാതിര. തീക്കട്ട പോലെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന തിരുവാതിര. പക്ഷെ എന്നിട്ടും വെളിച്ചം കിട്ടാത്തത് എന്താ? അത് അകലെയാണ്. സത്യത്തിൽ നിന്ന് നമ്മൾ അകലെയാണ്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്ന വയലാറിന്റെ പാട്ടിലെ വരിയ ഇത് കേട്ടോ. എന്താണ് നമുക്ക് മാർഗമുള്ളത്? നമ്മുടെ ഭക്തിയും അമ്പലവും ഉത്സവവും ഘോഷയാത്രയും കലവറ നിറക്കലെല്ലാം ഗംഭീരമാകുന്നു. സ്കൂളുകൾ ഹൈടെക് ആകുന്നു. ഗംഭീരമായ റിസൾട്ട്, ഗംഭീര മാർക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്. പക്ഷെ രോഗി മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഒരു ആസ്പത്രിയിലെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എല്ലാം വിജയമാണ്, പക്ഷെ ഒറ്റ രോഗി ബാക്കിയാകുന്നില്ല. ഉത്സവം ഗംഭീരമാണ്, അമ്പലം ഗംഭീരമാണ്, സ്കൂൾ ഗംഭീരമാണ്, എല്ലാം ഗംഭീരമാണ്. പക്ഷേ തെരുവിലിറങ്ങി നോക്കൂ, നമ്മുടെ കുട്ടികളുടെ സ്വഭാവം അത് കൂടുതൽ കൂടുതൽ രാക്ഷസീയയിലേക്ക് പോകും. സത്യം മരിക്കുന്നു, ധർമ്മം നശിക്കുന്നു. ദയുണ്ടോ? സ്നേഹമുണ്ടോ? ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താണെന്നറിയോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ, ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ പേരെന്താ?
കരുണാകര എന്ന്. മുൻ മുഖ്യമന്ത്രിയായോണ്ട് കരുണാകരൻ, കരുണകരമാക്കിയിരിക്കുന്നവൻ. ആ കരുണയല്ലേ ഈ നമുക്ക് ആലോചിച്ചു കേട്ടെ, ഈ സംവിധാനത്തിന്റെ മഹത്വം തിരിച്ചറിയണ്ടേ. ഞാനിങ്ങനെ മനുഷ്യനായി ജനിച്ചു പോയല്ലപ്പോ എന്നൊക്കെ ചവിക്കുന്ന ആളോട് ചോദിക്കണം, ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരു ജന്മം ലോകത്ത് മറ്റൊരാൾക്കുണ്ടോ? ഈ ഭാരതഖണ്ഡത്തിൽ കലികാലം യുഗം നാലിലും നല്ലു കലിയുഗം, ജ്ഞാനപ്പാനയിൽ കൃത്യമായി പറയുന്നില്ലേ. അതിൽ ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കാൻ ഒരു ഭാഗ്യം പോരാഞ്ഞല്ലോ ദൈവമേ എന്ന് മറ്റുള്ള യുഗക്കാര് കരയുന്നു. നമുക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തന്നില്ലേ? ഏതാ ഭാഗം? ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊങ്ങി വെച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയോട്ടിയാ. ആ തലയോട്ടി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന തലച്ചോറാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും അപ്രധാനം ഏതാ? അപ്രധാനം എല്ലുവേ ഇല്ലാതെ വെറും ഇറച്ചിയാക്കി വച്ചിരിക്കുന്ന വയറ്. ഈണ്ടാത്ത ചോറ് അപ്രധാനവും ഈണ്ടാത്ത ചോറ് പ്രധാനമാകുമ്പോ മനുഷ്യനായി. എന്നാ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരാ ഭക്തജനങ്ങളിൽ കൂടുതൽ. ഞാൻ തെളിവ് തരട്ടെ. ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് പോയ മുഖ്യം രാവിലെ മുതൽ ഒരാളാർന്ന് വായിക്കുന്നുണ്ടാവും. ഒരു 100 ആളുടെ മുമ്പിൽ നിന്ന് കേൾക്കുന്നു. വേറെ ഒരു പണിയില്ലാത്ത. എന്നാ 12 1 മണിയാകുമ്പോഴേക്കുണ്ട് ഒരു തിരക്ക്. കാരണം ഈ ചോറ് വിളമ്പാൻ തുടങ്ങും. ഈ ചോറ് വിളമ്പുന്നിടത്ത് ആളില്ല. ചില ആൾ ആ ചോറും തിന്നിട്ട് ആരാ വായിക്കുന്ന വരെ നോക്കാണ്ട് അതിൽ തന്നെ പൂഞ്ചു. അല്ലേ? ഭജനമാണോ ഭോജനമാണോ പ്രധാനം? അതാണ് വിഷയം. ഭജനമാണോ ഭോജനമാണോ? എന്താ ഭജനം? ഭ എന്ന് പറഞ്ഞ പ്രകാശം എന്നാണ്. പ്രകാശം ഉള്ളിലേന്തലാണ് ഭജനം. ഭക്തൻ എന്ന് പറഞ്ഞാൽ പ്രകാശം ഉള്ളിലേന്തിയവനെന്നാ ഭക്തൻ. ആ പ്രകാശം ഉള്ളിലേറ്റാൻ വേണ്ടിയാ ഈ നട തുറക്കാൻ കാത്തു നിൽക്കുന്നത്. നട അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കാണൂല എന്ന് വിചാരിച്ചിട്ടാണോ നട തുറക്കുന്നവരെ കാത്തു നിൽക്കുന്നത്? ദൈവം നടേൻ്റെ അകത്തുള്ള ശ്രീകോവിലിന്റെ അകത്ത് തന്നെയാ ദൈവം എന്നാരാ പറഞ്ഞു? ഭാരത തത്വശാസ്ത്രം അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഭാരത തത്വശാസ്ത്രം ഈശാവാസ്യം ഉപനിഷത്തിൽ പറയുന്നു. ഈശാവാസ്യം ഇതം സർവമെന്നാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിലും ദൈവം. അത് തന്നെയല്ലേ തത്വമസി. അത് നീ തന്നെയാ. എന്നിലും നിന്നിലുള്ളതെല്ലാം ഒന്നാ. അത് മുസ്ലിമിലും ക്രിസ്ത്യാനികളിലും വേറെ ദൈവ. ആരാ പറഞ്ഞു? അങ്ങനെയുണ്ടോ? ഈ ദൈവങ്ങൾ പല നാട്ടിൽ നിന്ന് പല സൃഷ്ടി നടത്തിയെങ്കിൽ എങ്ങനെ ഒരേപോലെ കോലത്തിൽ വന്നു? എല്ലാം ഒരേ രൂപത്തിലല്ലേ? യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ച അതേ കോലത്തില ബ്രഹ്മ ഹിന്ദുക്കളെ സൃഷ്ടിച്ചത്. കാരണം യഹൂദ മതത്തിന്റെ ഇസ്രായേൽ ഭാഷയിലും ഇസ്ലാം മതത്തിന്റെ അറബി ഭാഷയിലും ക്രിസ്തു മതത്തിന്റെ ഹീബ്രു ഭാഷയിലും ഭാരതത്തിലെ സംസ്കൃത ഭാഷയിലും ദ്രാവിഡ ഭാഷയിലായ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലും എല്ലാം കണക്കുകളെല്ലാം 1 ഗുണിക്കണം 10. 1 അടുത്ത 0 10, അടുത്ത 0 100, 10ന്റെ ഗുണിത 1 10 100 എന്ന് ഇംഗ്ലീഷ് പേടുമ്പോ 1 10 100 നമ്മൾ പറയും. സംസ്കൃതത്തിൽ ഏകം ദശം ശതം സഹസ്രം എന്ന് പറയും. ഹിന്ദിയിൽ ഏക് 10 100 1000 എന്ന് പറയും. എല്ലാത്തിലും 10. എന്താ കാരണം? 10ന്റെ പെരുക്കായത് കൊണ്ടാണ് നമ്മൾ 10 കൂട്ടി വെച്ചതിന് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലേ? സമ്പത്ത. 10 കൂട്ടി വെക്കാൻ എന്റെ നാട്ടിലൊരു പെട്ടിയുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പേര് പത്തായം എന്നാണ്. സമ്പത്ത് കൂട്ടി വെക്കുന്ന പത്തായം. എന്തുകൊണ്ട് 9ന്റെ കണക്കും 11ന്റെ കണക്കും ഒരു ഭാഷയിൽ ഉണ്ടായില്ല? സിമ്പിളാണ് ഉത്തരം. ഏത് മതത്തിൽപ്പെട്ടവനും ഏത് വൻകരയിൽപ്പെട്ടവനും ആദ്യ വണ്ണം പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരലാ. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാം 10 വിരലാ. എല്ലാത്തിനും മൂക്കിൽ 2 ഓട്ടയാ. 3 ഓട്ടകൾ ഒരു മൂക്ക് ഒരാളും വെച്ചിട്ടില്ല. എല്ലാത്തിനും 2 കണ്ണാ. അല്ലേ? വ്യത്യാസമുണ്ടോ? അതിന്റെ ഒരു ഔചിത്യം നോക്കൂ. ആ കണ്ണ് പിടിപ്പിച്ചതിരിക്കുന്ന എല്ലാവരും നെറ്റി ഉയർത്തിയിട്ടും കവിള് ഉയർത്തിയിട്ട് 2 മല, അതിന്റെ നടുക്കൊരു കുഴിയിൽ കൊണ്ടുപോയി കണ്ണ് വെച്ചു. കാരണം എന്തോ വന്ന് അടിച്ചിട്ട് തകരാറ് വരാതിരിക്കാൻ എത്ര ഔചിത്യത്തോടെ കണ്ണ് കൊണ്ടുപോയി വെച്ചു. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്ന് വീഴുമ്പോ കൈ കൊണ്ട് തടയാൻ കൈയിടുന്ന ആള് എത്താൻ സമയമില്ല. അതുകൊണ്ട് കൈയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് ഷട്ടർ. ആദ്യത്തെ ലോകത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺപോളിയല്ലേ? കൺപോള എന്തൊരു ഔചിത്യമാണ്, അത്ഭുതമല്ലേ? ആ കണ്ണിൽ മേലെ നിന്ന് പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ 2 കണ്ണിന്റെ മേലെ സൺഷെയ്ഡ് പുല്ലി വെച്ച് പിടിപ്പിച്ചാന്നില്ലേ? പുരികം.
അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, അത് പൊടി വീഴാതിരിക്കാനുള്ള. ആ കണ്ണിൽ അഥവാ എന്തെങ്കിലും പൊടി തെറിച്ചു പോയി, ആ പൊടി കഴുകി കളയാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ അടുത്തും അല്ലെ കിണറ്റിന്റെ വക്കിൽ പോകുന്നത് വരെ കാത്തു നിൽക്കാൻ നേരില്ല. അപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചീറ്റിയിട്ട് അതിനെ ഒലിപ്പിച്ച് കളയുന്ന ആ കണ്ണുനീരില്ലേ, കണ്ണിന്ന് ഒട്ടനെ വെള്ളം വന്ന് ഒലിപ്പിക്കുന്നില്ലേ? എന്തൊരു അത്ഭുതമാണ് ഈ കണ്ണ്. ഈ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ മൂക്ക് വേറിയിടുകയാണെങ്കിൽ ഈ തിന്ന സാധനം കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനായിരുന്നു? വായന്റെ അടുത്ത് എത്തുമ്പോൾ ഇത് പറ്റൂല എന്ന് പറയാൻ പറ്റുമെങ്കിലല്ലേ മൂക്ക് ഇവിടെ തന്നെ പിടിപ്പിച്ചെന്ന്. എന്തൊരു ഔചിത്യമാണ്. ആ മൂക്കിൽ പണ്ട് പെണ്ണുങ്ങൾ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് വീട്ടിന്റെ അകത്തിരിക്കുകയോ ആണുങ്ങൾ പുറത്തു പോവുകയും ചെയ്യുമ്പോ ഈ പൊടി മാറിയിട്ട് മൂക്കിന്റെ ഉള്ളിലൂടെ പൊടി ശ്വാസകോശത്ത് കയറിയിട്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ പൊടി അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങളെ മൂക്കിന് തൊട്ട് താഴെ പുല്ല് വെച്ച് പിടിപ്പിച്ച് മീശയാക്കി തന്നത്. മനസ്സിലായോ? ഇപ്പൊ പെണ്ണുങ്ങൾ കുറേശ്ശെ പുറത്തിറക്കാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ മീശ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഔചിത്യത്തോടു കൂടി എല്ലാ ദൈവങ്ങളും എങ്ങനെ ഒരേപോലെ സൃഷ്ടിച്ചു. യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കിയതാ. എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് കർത്താവ് അപ്പാട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. അതപ്പാട് മെസ്സഞ്ചറിൽ അള്ളാഹുവിനെ അയച്ചു കൊടുത്തു. അന്ന് കർത്താവ് അള്ളാഹു ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് അത് തെറ്റിയത്. അള്ളാഹു അത് മെസ്സഞ്ചറിന് എടുത്തിട്ട് മുസ്ലിങ്ങളെ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും പറയോ? ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഈ ഭൂമിയിൽ ഒറ്റൊരു മതമേ ഉള്ളൂ. ആ മതത്തിന്റെ പേര് വിശ്വപ്രേമം എന്നാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം, പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭാരത ഇതിഹാസ പുരാണ കഥകൾ മുഴുവൻ കലക്കി കുടിച്ചിട്ട് എഴുതിയ കവിതയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പ്രേമം, വിശ്വപ്രേമം. ആ പ്രേമമാണ് ഭക്തി. അതാണ് ശിവപാർവതി പ്രേമം. മനസ്സിലാക്കണം. ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഭാര്യാഭർത്തൃത്വ ബന്ധത്തിന്റെ മൂല്യമാണ് അവിടെ. ആ മൂല്യമാണ് അവിടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചേർച്ച. ഏറെക്കാലം പണിപ്പെട്ടിട്ടാണ് തന്റെ ഭർത്താവിന് ലഭിച്ചത് പാർവതി. ആ പാർവതിയുടെ തപസ്സാഫല്യം, കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യമുണ്ടല്ലോ, കാളിദാസന്റെ എത്ര മനോഹരമാണ്. കുമാരസംഭവത്തിൽ പാർവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഭക്തിയും സൗന്ദര്യബോധവും പരസ്പര പൂരകങ്ങളാണ്. മറ്റു ലോകത്ത് ഒരു രാജ്യത്തുമില്ല ദൈവവും സൗന്ദര്യവും ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നത്. മറ്റാർക്കും ഈ സൗന്ദര്യബോധമില്ല. നമ്മുടെ എല്ലാം സൗന്ദര്യമാണ്. സംഗീതമില്ലാതെ, ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം, വാക്കുകളുടെ സൗന്ദര്യമാണ് സാഹിത്യം, നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം, രൂപങ്ങളുടെ സൗന്ദര്യമാണ് ശില്പം. ഇതില്ലേ നമുക്ക് ഭക്തിയുണ്ടോ? ഈ ശില്പവും ചിത്രവും അല്ലേ നമ്മുടെ ദൈവങ്ങളെല്ലാം വിഷ്ണുവും ശിവനും സെൽഫി എടുത്ത് അയച്ചെന്നാ? അല്ലല്ലോ. ചിത്രകാരന്മാരും ശില്പികളും കൊത്തിയും വരച്ചും ഉണ്ടാക്കിയതല്ലേ ഇത്? അവരുടെ സൗന്ദര്യ സൃഷ്ടികളല്ലേ അത്? കാവ്യങ്ങൾ, രാമായണവും മഹാഭാരതവും ഒക്കെ സൗന്ദര്യ സൃഷ്ടികളല്ലേ? സംഗീതമില്ലെങ്കിൽ എന്ത് ദൈവമാ? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്നുകയറും. അതിനു പകരം കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി നാദാത്മികേ. നാദമാണ്, ശിവനാണ്. ഈശാനം, തൽപുരുഷം, വാമദേവം, അഘോരം, സദ്യോജാതം. 5 തലകളുണ്ട്. പഞ്ചാനനാണ് ശിവൻ. ഈ 5 തലകളിൽ നിന്നാണ് 7 സ്വരങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. 7 സ്വരങ്ങൾ ഉണ്ടായത് സംഗീതം. നിഷാദമാണ് ആദ്യത്തെ കാട്ടാളന്റെ ഒച്ച. അതിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് വരുമ്പോഴാണ് മാനവനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കാട്ടാളത്വമാണോ മാനവികതയാണോ ഉള്ളതെന്ന് നിങ്ങളുടെ വീട്ടിൽ ഉച്ചരിക്കുന്ന ശബ്ദം നോക്കിയാൽ മതി. രാവിലെ കുട്ടികളെ വിളിക്കുന്ന എങ്ങനെയാ? സ്കൂൾ ബസ് വരേണ്ട സമയമായി, ഇവിടെ ഭക്ഷണമായിട്ടില്ല, പയ്യൻ എഴുന്നേറ്റിട്ടില്ല, ഒരു എന്തല്ലോ വെള്ളവും. രാവിലെ തന്നെ എന്താ നിഷാദ? എന്താ നിഷാദം? നീ നിഷാദം. ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമ കണ്ടിട്ടില്ലേ? മോഹൻലാലും കൈതപ്പുറവും കൂടി അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് മത്സരിച്ചു പാടുമ്പോ നിഷാദത്തിൽ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം.
ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം. അവിടുന്ന് അട്ടഹാസത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് താണു. അടുത്തിരുന്ന് വർത്താനം പറഞ്ഞപ്പോ കാട്ടാളന്മാരുടെ അട്ടഹാസം, കാട്ടാളനല്ലേ നിഷാദം എന്ന് പറയാ, കാട്ടാളന്റെ ഒച്ച നിഷാദം. അടുത്തിരുന്നിട്ട് പാലാഴിത്തുമങ്കേ തൂനിലാവിൽ പേരിറങ്ങി നീവാ. ജയന്തറിന്റെ ഒരു മനോഹരമായ പാട്ടാണത് അല്ലേ? ഒറ്റക്കമ്പീനാദം മാത്രം മൂളും. നിങ്ങളുടെ വീട്ടിൽ ഏതാ നാദം ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ള വർത്തമാനവും പെരുമാറ്റവും സോഫ്റ്റനായാൽ നിങ്ങളുടെ വീട് കുട്ടികൾ സൗന്ദര്യബോധമുള്ള ആർദ്ര ഹൃദയസ്ഥരാകും. ഇങ്ങനെയാ സോഫ്റ്റനാക്കേണ്ടത്. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ പല സൂത്രമുണ്ട്. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ ഒരു സൂത്രം പറഞ്ഞേ. ഇഡ്ഡലിന്റെ മാവില് 2 പച്ചമുളക് നല്ലോണം കഴുകിയിട്ട് 2 പച്ചമുളക് ഇട്ട് വെച്ചാൽ മതി. പിറ്റേന്ന് ഇഡ്ഡലി നല്ല സോഫ്റ്റനാവും. വെറുതെ ഇട്ടാൽ മതി, വെറുതെ പച്ചമുളക് ഇട്ടാൽ മതി. മുറിച്ചിട്ടുണ്ടേ എരിവായി പോകും ഇഡ്ഡലി. ഇങ്ങനെ പല സൂത്രം അറിയാം. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ പറ്റുക? ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ സോഫ്റ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാൽ മതി. SOFTEN. യെസ് എന്ന് പറഞ്ഞ സ്മൈൽ, പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കുവോ? എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ മുക്തരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. പുഞ്ചിരിക്കുക. 2 പുഞ്ചിരിയുണ്ട്. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ചുണ്ട് വിടർത്തിയിട്ട്, വീട് പുഞ്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ട്. വാതിൽ തുറക്ക്, എന്നിട്ട് കുട്ടികളെ പ്രഭാതത്തിലേക്ക് നയിക്കൂ. പ്രഭാതമാണ് നമ്മുടെ ഭക്തിയുടെ അടിത്തറ. സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധ്യായഗിരിയിൽ നിത്യ തുഷാര വിഭൂതി അണിഞ്ഞു. പാട്ട് കേട്ടില്ലേ? പ്രഭാതമായി തൃക്കണിയേകിയാലും കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ. കൗസല്യന്റെ നല്ല പുത്രനായ രാമ, പൂർവസന്ധ്യ കിഴക്കു ഭാഗത്തെ പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതാ MS സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. പ്രഭാതം. മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷയുള്ളിടത്തോളം കാലം ഒരു മോട്ടിവേഷൻ പ്രസംഗവും ഇല്ലാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മഹത്തായ അത്ഭുതമായ ഒരു സംഭവത്തെ സൃഷ്ടിച്ചിട്ടാണ് ജയേന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞത്. ആ അത്ഭുത സംഭവമാണ് സുപ്രഭാതം. സുപ്രഭാതം, സുപ്രഭാതം, സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. പാട്ട് രാവിലെ കേട്ടാൽ തന്നെ അന്ന് മൂടാവും. വാതിൽ തുറന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന ആ പൂക്കളെ നോക്കി, ആ പൂക്കളെ ഉണർത്തുന്ന സൂര്യനെ നോക്കി, പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി അല്പനേരം ഉലാത്ത്. അല്ലാതെ ഈ ശരീരത്തിന് കൊടുക്കാൻ ടിക്ക് 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 3 മിസൈലിന് തീ കൊടുക്കല് പിന്നാവാ. രാവിലെ എണീറ്റ 3 മിസൈലിന് തീ കൊടുക്കല്ലേ പണി? ഗ്യാസിന്റെ 3 അടുപ്പ് കത്തിക്കോ. മനസ്സിന് തീ കൊടുക്ക്, അതിന് ആന്തരികമായ വെളിച്ചം കൊടുക്ക്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താ? ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നുമല്ല. മനസ്സിനെ ഉണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. ഓം സത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ, ആന്തരികമായ വെളിച്ചമേ വന്നാലുന്ന. ബാഹ്യമായ വെളിച്ചം തരുന്നവനല്ല ദൈവം. ബാഹ്യമായി വെളിച്ചം തരുന്ന ദൈവം കൃഷ്ണൻകുട്ടിയാണ്, കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. ആന്തരികമായ വെളിച്ചം തരുന്നവനെ എന്ത് വിളിക്കും? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ ദിവം എന്ന് പറയും. ദിവാകരൻ സൂര്യനാണ്. ദിവം തരുന്നവനാണ് ദൈവം. മനസ്സിലായോ? ദൈവം എന്ന് പറഞ്ഞ ആന്തരികമായ വെളിച്ചം തരുന്നവനാ.
ആ വെളിച്ചം ശ്രീകോവിൽ നട തുറക്കുമ്പോ ആ വെളിച്ചം ഏറ്റുവാങ്ങലാ പ്രാർത്ഥന. ഭാ എന്ന് പറഞ്ഞ പ്രകാശം, പ്രകാശത്തെ ഏറ്റുവാങ്ങലാണ് ഭക്തന്റെ ജോലി. മനസ്സിലായോ? ആ വെളിച്ചം ഏറ്റുവാങ്ങണം, ആ പ്രഭാതത്തെ കാണണം. വാതിൽ തുറക്കൂ, ഹൃദയം തുറക്കൂ. ഓപ്പൺ ഹേർട്ട്. പുഞ്ചിരിക്കുക, വാതിൽ തുറക്കുക, അടുത്തത് ഹൃദയം തുറക്കുക. എസ് കഴിഞ്ഞാൽ ഓ, ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. അടച്ചു വെച്ച ഹൃദയങ്ങൾ മെഡിക്കൽ കോളേജുകാർക്ക് പൈസ ഉണ്ടാക്കുന്നു. കാരണം ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, ഓപ്പൺ ഹാർട്ട് സർജറി. ഇതിന്റെ കാരണം മൊത്തം ഇപ്പൊ ഹാർട്ട് ഇങ്ങനെ ഓപ്പറേഷൻ വരുന്നത്. ചിരിക്കൂല, പറയൂല, വർത്താനം പറയൂല. ഞാനിപ്പോ വരുമ്പോ എന്റെ കമ്പാർട്ട്മെന്റിൽ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരികൾ. അപ്പൊ ഇവരെല്ലാം പറയുന്നത് കേൾക്കാലോ എന്ന് ചോദിച്ചിരുന്നു. നോക്കുമ്പോ എന്ത്, അവരെല്ലാം കേറി ഉടനെ അപ്പാട് ICU കിടക്കും പോലെ കുറെ വയറും പിറ്റി ഇതാണ് കിടക്കും. വീടെല്ലാം വയർ കണക്ട് ചെയ്തിട്ടാണ് കിടക്കും. ICU ഉണ്ടാവില്ലേ കുറെ വയറും കുത്തിയിട്ട്. ഒരൊറ്റ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ബസ്സിൽ പോകുമ്പോ ഒരു ഭാഗത്ത് നോക്കുക, ട്രെയിനിൽ പോകുമ്പോ മുഖത്തോട് മുഖം നോക്കി ഇരുന്നാല് 5 മണിക്കൂർ ഇരുന്നാൽ പോലും ഇങ്ങോട്ട് എവിടെയാ പോകണ്ടെന്ന് ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എന്തു മനുഷ്യന്മാരാന്ന്. ഒന്ന് വർത്താനം പറയണ്ടേ? ഓപ്പൺ ഹേഡ്. വീട്ടിലൊന്നും അയൽവാസികളും വീട്ടുകാരൊന്നും ഹൃദയം തുറന്ന് വർത്തമാനം പറ. ഒരു പാട്ടെല്ലാം പാട്, വീട്ടിൽ നിന്ന് ഒരു കവിത വായിക്ക്, ഒരു കഥ വായിക്ക്. നല്ല കഥകളുണ്ട്, നല്ല കവിതകളൊക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ. പണ്ടത്തെ മാത്രമൊന്നും അല്ല. കുറെ തന്ത വൈബുമാർ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടെല്ലാം ഗംഭീരം, ഇപ്പത്തെല്ലാം മോശമാണ്. ആര് പറഞ്ഞു? പണ്ടുണ്ട് നല്ല, ഇപ്പൊ ഉണ്ട് നല്ലത് കേട്ടോ. ഹൃദയം തുറക്കൂ. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, അഹന്ത കുറക്ക്. മാങ്ങയും ചക്കയും കൂടുമ്പം മാവും പിലാവും മേലോട്ട് വരികയല്ല, താഴോട്ട് താഴുക. നമ്മൾ കുട്ടികളിലേക്ക് താഴണം. ഞാൻ അമ്പല കമ്മിറ്റിന്റെ പ്രസിഡന്റാ. കൊച്ചുമോള് വീട്ടിൽ വന്നു, കുനിയാൻ പറ്റില്ല. വാമോളെ എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുക്കാൻ പറ്റുമോ പ്രസിഡന്റിന്? നമ്മൾ കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. മുന്നോട്ട് കുനിയും. അഹന്ത വേണ്ട. നമ്മളെ കുട്ടികളോട് ഈ മസിൽ പിടിച്ചിട്ട് ആ കുട്ടികൾ നമ്മളിൽ ചങ്കിൽ അകന്നു പോകുന്നത്. അവർ പുറത്ത് ചങ്കിനെ നോക്കി പോകുന്നു. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ നടന്നു പോകുമ്പോ കുഞ്ഞ് ഭയങ്കരമായ കരച്ചിൽ കേട്ടോ, ചാട്യവും. അപ്പൊ ഇയാള് കുഞ്ഞിനോട് അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് കുട്ടിക്ക് മിഠായി വാങ്ങി കൊടുത്തു. മിഠായി കിട്ടിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നു. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങി കൊടുത്തു. കുട്ടി തുടർന്ന് കരയുക. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് ബലൂണ്, വിസില്, കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങി കൊടുത്തു. അത് കിട്ടിയിട്ടും കുട്ടി അത് വലിച്ചെറിഞ്ഞ് വീണ്ടും കരയുന്നു. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരയിച്ചൽ നിർത്തുന്നില്ല. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. ഇതും കണ്ടിട്ട് കൂടെ നടക്കുന്ന ആൾക്ക് സൈ കേട്ടിട്ട് പറഞ്ഞു, അല്ലപ്പ നിങ്ങൾ കുറെ നേരമായാലും അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഞാനാണെങ്കിൽ ഇനി എന്തോ ചെയ്തു പോകും കേട്ടോ. എന്നിട്ട് കുട്ടിയോട് കൂടെ വന്ന ആൾ പറഞ്ഞു, എന്താ മാധവ, നിനക്ക് വേണ്ടല്ല മായി തന്നിട്ട് നീ എന്താ കരച്ചിൽ നിർത്താത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ കുട്ടീന്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത്? ആരാ മാധവേ? അയാൾ പറഞ്ഞു, മാധവൻ സത്യത്തിൽ ഞാൻ തന്നെയാ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. ഇനി മക്കളോട് ദേഷ്യം വന്ന ഒറ്റ വർത്താനം, എന്ത്? അടങ്ങ് മാധവ. മനസ്സിലായോ? മുന്നോട്ട് കുനി, അവനവനെ അടക്കുക. SOFIO, ടച്ച്. തൊടണം മക്കളെ. തൊട്ടിട്ട് ചേർന്നിട്ട് ചുമല് കൈവെക്കണം, പുറത്ത് ചൊറിഞ്ഞു കൊടുക്കണം, തലോടണം, മുത്തം കൊടുക്കണം, നെറ്റിയിൽ തലോടണം, നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകൾ മാടി ഒതുക്കണം. ഞാനും മോനും ഇപ്പൊ ട്രെയിനിൽ വരുമ്പോ ഓൻ എന്നോട് വാസ്തു പറയാ, ആരും കാണുന്നൊന്നുമില്ല, എന്റെ പുറന്ന് ചൊറിഞ്ഞാ നടക്കുന്നു. ഓൻ ഏറ്റവും ഇഷ്ടം, മോൻ വീട്ടിൽ വരുന്ന തന്നെ ഞാൻ ഇങ്ങനെ അടുത്തിരുന്നിട്ട് പുറം ചൊറിഞ്ഞു കൊടുക്കണം. കാരണം പുറം കണ്ടുപിടിച്ച് ചൊറിയാൻ മാത്രം ഒരു ഉപകാരമില്ലാത്ത സാധനമല്ലേ ഈ പുറം. കൈകൊണ്ട്, കലുകൊണ്ട്, തലയുണ്ടല്ലോ, എന്തെല്ലാം ഒരു ഉപകാരമുണ്ട്. നമ്മൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് പ്ലിന്തേരിയ പോകുന്ന പുറത്തിനാ. ഒരു കാര്യമില്ല, ചൊറിയാനുണ്ടാക്കിയതാണ്. ടച്ച്, തൊടണം. ഭാര്യയും ഭർത്താവും തൊടണം. ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്ത് തൊടണം. മക്കളെ മുമ്പിൽ പരസ്പരം പ്രേമിക്കുന്ന അച്ഛനമ്മമാരെ കാണുന്ന കുട്ടികൾ, ശിവഭക്തന്മാരായിരിക്കുന്ന മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരും പ്രേമിക്കണം. ശിവഭക്തനാന്ന് പറയും, പാർവതി ഭക്തനാണെന്ന് പറയും. എന്നിട്ടോ വീട്ടിൽ കീരിയും മൂർക്കനും. ഭർത്താവ് ഏകാധിപതി, കൊണ്ടാ ചായ, ഭാര്യ ഓ. ഇത് കണ്ടിട്ടാ കുട്ടികൾ ഈ വൃത്തികേട് പഠിക്കുന്നത്. അച്ഛനും അമ്മയും പരസ്പര പൂരകമായി ബഹുമാനത്തോടെ സംസാരിക്കുന്ന വീടുണ്ടാവണം. എന്നാലേ കുട്ടികളുടെ വികാസത്തിന് ബാലൻസ് ഉണ്ടാവും, ഒരു സമതുലിതയുണ്ടാവും. ഇത് കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കൂ. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ പറയൂ ഐ ലവ് യു. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാൽ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, മുഴുവൻ ആളും വായിച്ചിരിക്കണം. വൈലോപ്പള്ളി പ്രണയത്തെക്കുറിച്ച് ഒറ്റൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് ഊഞ്ഞാലാണ്.
പക്ഷെ അത് വിവാഹപൂർവ്വ പ്രണയമല്ല, വിവാഹാനന്തര പ്രണയമാണ്. തളിർവെറ്റില 100 തേച്ചു ഞാൻ നൽകിയിടാം, ഈ തിരുവാതിരരാവ് താമ്പൂലപ്രിയയല്ലോ എന്നൊരു കവിതയുണ്ട്. NN കക്കാടിന്റെ വാർദ്ധക്യ പ്രണയത്തിന്റെ ഒരു കവിതയുണ്ട്. അതാണ് സഫലം ഈ യാത്ര. നീ എൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖി, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. ആ കവിത വായിക്കൂ. അപ്പോഴാണ് ശിവഭക്തനാവുന്നത്. പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള പ്രണയം. കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ പറഞ്ഞു ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ. കല്യാണം കഴിഞ്ഞാൽ എന്താ പറയാത്തത്? കുന്നംകുളത്തുനിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത്. അതിന്റെ മറുപടി കിട്ടി. എന്താ? കുന്നംകുളത്തുനിന്ന് ഞാൻ LIC ഒരു ക്ലാസ് എടുക്കാൻ പോയി. കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അതെന്താ പറയാത്തതെന്ന് അറിയാം? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പായി ഐ ലവ് യു അല്ലേ? തൊട് പരസ്പരം ബഹുമാനത്തോടു കൂടി ചുമലിൽ കൈവച്ചിട്ട് അച്ഛനും അമ്മയും പരസ്പരം പ്രേമിക്കുന്നത് കാണുന്ന മക്കൾക്ക് നല്ല മാനസികോർജ്ജം ഉണ്ടാവും. ശിവഭക്തൻ, ശിവനെ പ്രാർത്ഥിക്കുന്നവർ ഇത് ഒറ്റയിടത്തല്ലേ, ദൂരെയല്ലല്ലോ, തൊട്ടിട്ടല്ലേ ഇരിക്കുന്ന ഇവിടെ സ്വയംഭൂ 2 വിഗ്രഹങ്ങളും. എന്നിട്ടൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സ്വയംഭൂവായിട്ട് പ്രണയത്തെ സ്വയംഭൂവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നൂടെ? അതാണ് SOFTIയിലെ ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം. കണ്ണാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉറവിടം. കണ്ണിലാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദൈന്യതകളും എല്ലാം. ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും അമ്മയും മക്കളും കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ഐ കോണ്ടാക്ട്. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തതിന്റെ പേരിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച ഒരു രാജ്യമല്ലേ നമ്മുടേത് ഇന്ത്യ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം അതിന്റെ കാരണം അതുകൊണ്ടല്ലേ. ഏറ്റവും വലിയ യുദ്ധം എന്തായിരുന്നു? മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം. കാരണം എന്താ? കൗരവന്മാരുടെ തോന്നിയാസം കൊണ്ടല്ലേ. എങ്ങനെ കൗരവന്മാർ തോന്നിയാസിയായി? കൗരവന്മാരുടെ അച്ഛൻ ജന്മന അന്ധനാ, ധൃതരാഷ്ട്രർ. പക്ഷെ ഭാര്യ ഗാന്ധാരിക്ക് കണ്ണു കാണുമായിരുന്നു. പക്ഷേ വിവാഹത്തിന് മുമ്പ് അവൾ അറിഞ്ഞില്ല തന്റെ ഭർത്താവ് അന്ധനാണെന്ന്. വിവാഹ പന്തലിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത്. അതുവരെ ഭർത്താവ് ഗാന്ധാരദേശത്തെ സുബലം പറഞ്ഞില്ല. തന്നെ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി കൊണ്ട് കണ്ണിൽ കെട്ടിയിട്ട് ശപഥം ചെയ്തു, തന്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല. 100 ആണിനെയും 1 പെണ്ണിനെയും പറ്റൂ, ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 നല്ല കുട്ടികളായിരുന്നു കേട്ടോ, നല്ല കുട്ടികളായിരുന്നു. എന്തായിരുന്നു മൂത്തവന്റെ പേരറിയാവോ നിങ്ങൾക്ക്? ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും മൂത്ത മകന്റെ പേരറിയാവോ? ദുര്യോധനൻ അല്ലേ? അല്ല, ദുര്യോധനൻ അല്ല വിളിച്ചത്. പേര് നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെ. സുയോധന എന്നാ വിളിച്ചത്. സു എന്ന് പറഞ്ഞാൽ നല്ലതാ, സു എന്ന് പറഞ്ഞാൽ നല്ലതാ. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കണ്ടേ. ആ സുയോധനൻ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി, ദുഷിച്ച് ദുശ്ശേനായി. കാരണം ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല, കണ്ണുകളിലെ പ്രതീക്ഷകൾ കണ്ടില്ല. അവസാനം 100 പടഞ്ഞു മരിച്ച് വാർത്ത അറിഞ്ഞിട്ട് പുത്രവിയോഗ ദുഃഖം കൊണ്ട് ഈ ഗാന്ധാരിയും ഭർത്താവ് ധൃതരാഷ്ട്രം കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിക്കേണ്ടി വന്നു. കാരണം ഇവര് മരിച്ചാൽ ചിതക്ക് തീ കൊളുത്താൻ ഒരാൺതരി ബാക്കിയില്ല. 100 ഉണ്ടായിട്ടു കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു. ഭർത്താവിന് കണ്ണില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാകണമെന്നൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടുന്ന ഒരു യുഗ്മഗാനം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്ക്. കണ്ണിന്റെ പേരില്ല പണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് പണ്ട് പേര്. അക്ഷി എന്ന് അവസാനിക്കുന്ന പേരെത്രയാ? അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി ഉണ്ട്. ഇവിടെ ഉണ്ടോ വിശാലാക്ഷി? നാട്ടിൽ ഒരുപാടാകുള്ള പേരാ വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ സുന്ദരിയാവും. സ്ത്രീകൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് സ്ത്രീകളെ വിശാലാക്ഷി. നേരെ തിരിച്ച് ആണുങ്ങൾ ചെറിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങൾക്ക് പേര് കുഞ്ഞിക്കണ്ണ എന്ന്. അതാ ആ കണ്ണിൽ നോക്കുക. അടുത്തത് SOFTEIയിലെ N, നോഡിങ്. സമ്മതിച്ചു കൊടുക്കാൻ ഹൃദയവിശാലത വേണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിയെങ്കിൽ, മക്കൾ പറഞ്ഞെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ തല കുലുക്കുക. അതാ നോഡിങ്. ആ ശരിയാ മോനെ നീ പറഞ്ഞു. ഭാര്യ പറഞ്ഞാലും
നീ പറഞ്ഞ ശരിയാട്ടോ, സമ്മതിച്ചു കൊടുക്കോ? ഇല്ല. ഒരു നല്ല ഭക്ഷണം വെച്ചാൽ ഗംഭീരാന്ന് പറയാൻ മടിയാണ് ആണുങ്ങൾക്ക്. തകരാറുണ്ടെങ്കിൽ അടുത്ത് പറയും, നന്നായിട്ടുണ്ട് എന്ന് പറയാൻ മടിയാ. ഇത് വലിയ തെറ്റാണ്. സമ്മതിച്ചു കൊടുക്കൂ. അതാണ്, സമ്മതിച്ചു കൊടുക്കൂ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐകമത്യ സൂക്തമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. ശിവനും പാർവതിയും തമ്മിൽ അതാണ്. ഒരാൾ വിരാട് പുരുഷനും മറ്റൊന്ന് ഭൂമിദേവിയാണ്, പർവ്വതത്തിന്റെ പുത്രിയാണ്. ഒരാൾ ചന്ദ്രക്കല തലയിലേന്തിയിരിക്കുന്നവനാണ്, തലയിൽ നിന്ന് വെള്ളമൊഴുകുന്ന ഗംഗാധരനാണ്. അയാൾ താണ്ഡവത്തിൽ നൃത്തം ചെയ്യുമ്പോൾ താ, പാർവതി ലാസ്യത്തിൽ നൃത്തം ചെയ്യുമ്പോൾ ലം. അത് ചേർന്നിട്ട താലം ഉണ്ടായത്. അറിയോ? ഉണ്ടാവണം. ആ പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാളിദാസൻ സ്ഥിതാക്ഷണം ഭക്ഷ്മസൂതാടിതാധര എന്നൊരു ശ്ലോകമുണ്ട്. എന്തൊരു സൗന്ദര്യമാണ്! പാർവതിയെ പറ്റി ഒന്നും പറയാതെ പാർവതിയുടെ കൺപോളകളിൽ ഒരു മഴത്തുള്ളി വീണിട്ട് താഴോട്ടൊഴുകുന്ന റൂട്ട് വർണ്ണിക്കുമ്പോൾ പാർവതിയുടെ സൗന്ദര്യം മനസ്സിലാവും. അത് വള്ളത്തോട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുലമേലധ വീണുടൻ തകർന്ന് വലികളിൽ ഇടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. അത്ര നല്ല സൗന്ദര്യമാണ്. അതിനെ വയലാറ് സിനിമയിലാക്കിയിട്ടുണ്ട് ആ പാട്ട്. ഈ സാധനം തന്നെ എന്നിട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയെ തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി നീർമഴ പൂമഴ തേൻമഴ എന്ന പാട്ടിലുണ്ട്. ഈ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പഠിക്കും. സൗന്ദര്യബോധമില്ലാത്ത ഒരു ദൈവവിശ്വാസവും ഒരു മനുഷ്യത്വവും നിലനിൽക്കില്ല. ആ സൗന്ദര്യബോധത്തിന്റെ ആർദ്രതയെ സൃഷ്ടിച്ചു കൊടുക്കുക. സിമെന്റും പൂഴിയും കുഴച്ചിട്ട് ഈ കത്തിയിൽ കോരിയിട്ട് ചുമരിൽ അടിക്കുന്നതിന് മുമ്പ് ഏത് വിവരവും ഇല്ലാത്ത മേസ്ത്രിയാണെങ്കിലും ആദ്യം ആ ചുമരൊന്നും നനക്കും, ഇല്ലേ? എന്നാലേ അതവിടെ നിൽക്കൂ. ഏത് വലിയ തത്വശാസ്ത്രവും ഭക്തിയും അറിവും എല്ലാം കുട്ടികളുടെ ഹൃദയത്തിൽ ഒട്ടണമെങ്കിൽ അവന്റെ ഹൃദയം ആർദ്രമാവണം. അതിന് കവിത വേണം, കഥ വേണം, സൗന്ദര്യബോധം വേണം, പാട്ട് വേണം, സംഗീതം വേണം, കല വേണം. ആ കലയാണ് അവസാനത്തെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തിനോട് കൊടുത്ത സന്ദേശം. എന്താ? ശിശുപാലനെയും കംസനെയും വധിക്കാനൊന്നും അല്ല കൃഷ്ണൻ അവതരിപ്പിച്ചത്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർക്കാൻ. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, ഭയാനകം 9 രസങ്ങളിൽ രസരാജനായിരിക്കുന്ന ശൃംഗാരത്തിന് 16,000 ഭാവമുണ്ട്. ബാക്കി 8ഉം 16,008 രസങ്ങളെ തന്റെ ഭാര്യമാരാക്കി കൃഷ്ണൻ. അതിന്റെ നാഥനായി. പലരും വിചാരിച്ചു 16,008 ഭാര്യയുണ്ട് കൃഷ്ണനെന്ന്. അല്ല, ആ രസങ്ങളോടൊത്ത് കൃഷ്ണനാടിയ ലീലയ്ക്കാണ് രാസലീല എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് ചമ്പക, കങ്കേളി, ഗന്ധാദി പുഷ്പങ്ങൾ എമ്പാടും ചിന്നിയ വന്യഭൂവിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ച് അൻപാളും ഗോവിന്ദൻ അണിഞ്ഞ മാല വനമാലയായിരുന്നു. കാട്ടുപുഷ്പങ്ങളെ കൊണ്ട് തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അതിനു മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകാശത്ത് മഴവില്ലുണ്ടായിരുന്നു, അതിന്റെ സൗന്ദര്യവും 7 നിറവും ആസ്വദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് ഈ സൗന്ദര്യം അനുസരിച്ചത്. ആ സൗന്ദര്യബോധം ഉണ്ടാക്കുക. അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് സൗന്ദര്യാധിഷ്ഠിതവും ധാർമ്മിക നിഷ്ഠയോടുകൂടി നാട്ടുമര്യാദകളിലൂടെ സത്യം അന്വേഷിക്കാനാണ്. ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മനുഷ്യൻ എന്ന് പറയുന്നു. ഒന്നുകൂടി ഓർക്കുക. ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാ മനുഷ്യൻ. ആ മനുഷ്യനാവുക. ആ മനുഷ്യനായാലേ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. മനുഷ്യനാവണം. എങ്ങനെ? മൃഗമായ പോരാ.
ആ മനുഷ്യത്വ ബോധത്തിലൂടെ, മാനവിക ബോധത്തിലൂടെ ദൈവിക ബോധത്തിലെത്താൻ ലോക നന്മയാണ് നമ്മുടെ ലക്ഷ്യം. ഞാനല്ല പ്രധാനം. ഞാൻ എന്നതിന് മാന്ന് പറയും, അല്ല എന്നതിന് നാന്ന് പറയും, ഞാനല്ല എന്നതിന് നമാന്ന് പറയും. പിന്നെ എന്താണ്? ലോക നന്മയാണ്. ലോക നന്മയ്ക്ക് ശിവം എന്ന് പറയും. അതാണ് ഓം നമഃ ശിവായ. ഞാനല്ല, ലോകമംഗളമാണ് പ്രധാനം. ഓം നമഃ ശിവായ. മനസ്സിലായോ?